million death. 71 million percentage of the death is due to non-communicable diseases. അപ്പൊ സാധാരണ ഒരു കാര്യം മനസ്സിലാക്കണം, 17 മില്യൺ ഡെത്ത് നമുക്കുണ്ടായി ഡ്യൂ ടു കമ്മ്യൂണിക്കൽ ഡിസീസസ്. അതിനേക്കാളും രൂക്ഷമായിട്ടുള്ള ഡെത്ത് നമ്മൾ വറി ചെയ്യുന്നില്ല. ഒക്കെ അതിരിക്കട്ടെ. ഇനി ലെറ്റ്സ് ടേക്ക് അബൌട്ട് ദ COVID-19. COVID-19 പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് COVID-19. അതൊരു വൈറസാണ്, SARS-CoV-2 എന്ന് പറയുന്നത്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് എന്ന് പറയുന്നത്. ഇത് ഡിസംബർ 2019 ആണ് ഇൻവെന്റ് ചെയ്തത്, സിറ്റി ഓഫ് വുഹാൻ ഇൻ ചൈന. ഇപ്പോൾ ഏതാണ്ട് 18 മില്യണിൽ കൂടുതൽ വരെ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുക. 1 മില്യൺ ഡെത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. 1 മില്യൺ ഉള്ളി വി ആർ അപ്രോച്ചിങ്. ഇപ്പൊ ഏതാണ്ട് 7-8 lakhs ആയി. നൗ വേൾഡിൽ കണക്കനുസരിച്ച് ഏതാണ്ട് 1 മില്യണിലോട്ട് എത്താറായുള്ളൂ. എവറി ഇയർ ഡ്യൂ ടു കമ്മ്യൂണിക്കൽ ഡിസീസസ്, that means pathogenic diseases 17 മില്യൺ സംഭവിക്കുമ്പോഴാണ് ഇത് മുഖേന ഇത് ഏതാണ്ട് ഇപ്പോഴും ഏതാണ്ട് 1 മില്യണിലോട്ട് അടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കൊറോണ വൈറസിന് ഉള്ള മെയിൻ റീസൺ വേൾഡ് ഹെൽത്ത്, നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലോട്ട് പോകാം. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസംബറിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇത് തുടങ്ങിയപ്പോൾ വെരി ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ്, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ പറഞ്ഞ നോൺ കമ്മ്യൂണിക്കൽ ഡിസീസിന്റെ ഡെത്തിനുള്ള മെയിൻ കാസ് അണ്ടർലൈൻ പ്രീ എക്സിസ്റ്റിംഗ് pathological conditions. Pathological condition, pre-existing pathological conditions are the major cause of premature death and increased mortality and morbidity. നിങ്ങൾ അണ്ടർലൈൻ പറയാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്. Pre-existing symptoms ആണ്. Again, World Health Organization പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. I am just coming to the World Health Organization's different statements. ഒന്ന് പറയുന്നത്, ഞാൻ അതിനുള്ള ഒരു കാര്യം പ്ലീസ്, I will mix everything because of this is a vast topic. I can talk in hours, but now I am expecting more interactions. I want to clear your doubts more. അതുകൊണ്ട് just I want to give you a talk initially about the basic things. COVID-19 വന്നപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞൊരു വാക്കുണ്ട്, യു ഡോണ്ട് അഫ്രൈഡ് ഓഫ് ഇത് ഒരു സിമ്പിൾ വൈറസാണ്. അപ്പൊ വൈറസിലെ സിമ്പിൾ ആയിട്ടുള്ള വൈറസ്, നമ്മുടെ ജലദോഷം കണക്കൊക്കെ ഉള്ള ഒരു വൈറസാണ്. ഇതിനകത്ത് വൈറസ് പല ടൈപ്പ് ഉണ്ട്. ഈ വൈറസ് നമ്മുടെ മെയിനായിട്ട് അഫക്ട് ചെയ്യുന്ന ലങ്സിനെ. ലങ്സ് നിങ്ങൾ നമ്മുടെ ബോഡിക്കകത്തുള്ള ലങ്സ് ആണ് അല്ലെ. ഈ ലങ്സിനെ ബാധിക്കുമ്പോഴത്തേക്കും ലങ്സും ഹാർട്ടുമായിട്ട് ചേർന്നൊരു ഫിറ്റ്നസ് ഉണ്ട്, കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് പറയും. കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസ് കണക്ട്, റെസ്പിറേറ്ററി ഫിറ്റ്നസ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അത് കണക്റ്റഡ് ടു ഹാർട്ട്. അതല്ലേ നമ്മുടെ ഹാർട്ടിന്റെ എന്ത് പ്രശ്നം വന്നാലും വിൽ ഫീൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. ഏത് ഹാർട്ട് മറ്റേ അസുഖം വന്നാലും വിൽ ഫീൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. ഇറ്റ്സ് വൺ ഓഫ് ദ മേജർ സിംറ്റംസ് ഓഫ് ഹാർട്ടിന്റെ പ്രോബ്ലം, ഹാർട്ട് ഡിസോർഡേഴ്സ്. അപ്പൊ ഇതിനെ ബാധിക്കും നേരെ വന്ന് കാര്യം എന്താ? ബിക്കോസ് ഓഫ് വി നീഡ് ഓക്സിജൻ, പ്യുവർ ഓക്സിജൻ വേണം. അപ്പൊ ഓക്സിജൻ എക്സ്ട്രാക്ട് ചെയ്ത് പ്യുവർ ഓക്സിജൻ. അപ്പൊ ഹാർട്ടിന്റെ ഫംഗ്ഷൻ എന്താ? ദിസ് ഇസ് ഓൺലി വൺ ഫംഗ്ഷൻ, ജസ്റ്റ് ട്രാൻസ്ഫറിങ് ദ ബ്ലഡ്. പ്യുവർ ബ്ലഡിനെ ബോഡിയുടെ ഡിഫറെന്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു, ഇംപ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്ത് ലങ്സിൽ എത്തിക്കുന്നു. ദാറ്റ്സ് ദ ഓൺലി ഫംഗ്ഷൻ ഓഫ് ദ ഹാർട്ട്. പ്യൂരിഫിക്കേഷൻ നടത്തുന്ന മെയിൻ ഓർഗൻ ആണ് റെസ്പിറേറ്ററി ഓർഗൻസ്, ലങ്സ്. ഈ ലങ്സിനെയാണ് ഈ പറഞ്ഞത്. അപ്പൊ ആദ്യമേ പിന്നെ നമ്മള് ഇപ്പൊ ഒരു എക്സാമ്പിൾ, അംജിത്ത് ആൾറെഡി ഹാവ് വെരി ഗുഡ് എക്സ്പീരിയൻസ് വിത്ത് COVID-19. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഡോക്ടേഴ്സ് ഉണ്ട്, പോലീസുകാരുണ്ട്, ഒരുപാട് നഴ്സസ് ഉണ്ട്, ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും ഒരു COVID-19 ബാധിച്ചാൽ ഭയങ്കര അത്ഭുതമാണ്. സാധാരണ ജനങ്ങൾക്ക് വന്ന് മരിച്ചാൽ അത്ഭുതമില്ല. അന്ന് COVID-19 അല്ലെ കൊറോണ, ഫോർ യുവർ ഇൻഫർമേഷൻ, യു ആർ തിങ്കിങ് ഐ ജസ്റ്റ് ഗിവിംഗ് സം ഓഫ് ദ പോയിന്റ്സ്. അപ്പൊ ഇന്ന് ഈ കൊറോണ വൈറസിനെ they know who are doctors, who are health workers, who are പോലീസ്. അവർ കൊറോണ വൈറസിന് പോലീസിന് പേടിയാണോ? പോലീസിന് വന്നാല് അത്ഭുതമാണ്. പോലീസിന് വന്നാൽ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് വരുന്നില്ല, വീട്ടിൽ ഇരിക്കാൻ പറയാം. അവർ വെളിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അത്ഭുതം. ഒന്ന് ഓക്കെ, ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ.
രണ്ടാമത് COVID-19 ബാധിച്ച ആരെയും ഒരു ഡോക്ടർ, രണ്ടുമൂന്ന് എക്സ്പേർട്ട് ഡോക്ടേഴ്സ്, സിൻസിയർ ഡോക്ടേഴ്സ് അത് പറഞ്ഞത് COVID-19 മാത്രം വന്ന് ഒരു ഡെത്തും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ലൈക്ക് ജെല്ലോ ഒരു കോൾഡ് നോർമൽ വൈറസ്, അത്ര വലിയ ഒരു സോപ്പിന്റെ അംശം ഒരു പദം ഉണ്ടെങ്കിലും അതങ്ങ് ചത്തുപോകണം. പെപ്പിലോസ് ഒരു സ്പൈക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് ഇതിന്റെ സ്ട്രക്ചർ. സാധാരണ പല വൈറസിന് പല ടൈപ്പ് സ്ട്രക്ചറാണ്. ഇതിനൊരു പെപ്പിലേഴ്സ് ഒരു കുന്ത മുന കണക്കുള്ള സ്ട്രക്ചർ ഉണ്ട് അല്ലെ, കുന്ത കണകിരി. ഇത് വന്നാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ തമാശക്ക് പറയാറുണ്ട്, പല വൈറസ് പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ കോൾഡ് ജലദോഷത്തിനൊരു വൈറസ് വേറെ ടൈപ്പാണ്, ഇൻഫ്ലുവൻസ വൈറസ് ടൈപ്പാണ്. ഇപ്പൊ ജലദോഷത്തിന്റെ വൈറസ് എന്ന് കഴിഞ്ഞാൽ നമ്മളെന്താ വാക്സിൻ കുത്തിവെക്കുവോ? ഇല്ലല്ലോ, അതിപ്പോ ജലദോഷത്തിന് ഇപ്പോൾ ഇല്ലേ, ഉണ്ട്. അതിനൊക്കെ ഈ പറഞ്ഞ COVID-19ന്റെയും കൊറോണ വൈറസും ഇതിനകത്ത് സ്പൈസ് ലൈക്ക് കുന്തമുനാളൊക്കെ സ്ട്രക്ചർ ഉണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ബോഡിക്കകത്ത് വന്നിട്ട് ബോഡി വീക്ക് ആണെങ്കിൽ, ഇഫ് യു ആർ സഫറിംഗ് ഫ്രം സം ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഓർ ഇഫ് യു ആർ വെരി വീക്ക്, ആ സമയത്ത് നമ്മുടെ ബോഡിക്കകത്ത് വൈറസിനെതിരായിട്ട് നോ ആന്റിബയോട്ടിക്സ്, ഓൺലി ആന്റിബോഡീസ്. ഒരു വൈറസിനും ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫംഗസ് ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് വി ഹാവ് ഗോ ഫോർ ആന്റിബയോട്ടിക്സ്. ബട്ട് ആന്റിബയോട്ടിക്സ് വിൽ നോട്ട് work against viruses. Only thing our body must get immunity, or our body must produce sufficient antibodies. ആണ് ഒരു ലൈൻ മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ ബേസിക് തിങ്സ് ആണ്. അപ്പൊ ഇത് ആന്റിബോഡീസ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? ആന്റിബോഡീസ് മീൻസ് കണക്റ്റഡ് വിത്ത് യുവർ ഇമ്മ്യൂണിറ്റി വേണമെങ്കിൽ എന്ത് വേണം? യുവർ ബോഡി ഹാവ് ദ ഓൺ അസിസ്റ്റൻസ് പവർ. അതിന് ഡിഫറെന്റ് വേ ഉണ്ട്. അത് മെയിൻ ആയിട്ട് ത്രീ തിങ്സ്. ഒന്ന്, യുവർ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി. യുവർ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഓട്ടോമാറ്റിക്കലി ലോട്ട് ഓഫ് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ until you have the right person, you know everything here, he is there for explaining everything with you. Fantastic improvement through regular physical activity. Lot of things. അത് മാത്രം പറയാൻ ടൈം എടുക്കും. ഓക്കെ, റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി, റെഗുലർ ആൻഡ് പ്രോപ്പർ ഫിസിക്കൽ ആക്ടിവിറ്റി. ചുമ്മാ പോയി കഴിഞ്ഞാൽ റെഗുലർ ആൻഡ് പ്രോപ്പർ ഫിസിക്കൽ ആക്ടിവിറ്റി. സെക്കൻഡ് തിങ് ഈസ് യുവർ ഇമോഷണൽ ഹെൽത്ത്, യുവർ മെന്റൽ സ്ട്രെസ്, യുവർ റിഡക്ഷൻ ഓഫ് മെന്റൽ സ്ട്രെസ്. നിസ്സാര കാര്യമല്ല. COVID-19 is very, very important. This ഈ പറഞ്ഞ യുവർ ഇമോഷണൽ സ്ട്രെസ്, ഹൗ യു ഡീൽ വിത്ത് യുവർ ഡെയിലി സ്ട്രെസ്. ഈ സമയത്താണ് നിങ്ങൾ happiness, happy hormones, different hormones, your health boosting hormones, which helps to assist your immunity system. Hormones, if you are happy, your immunity power will increase through the hormones will assist, will boost your immunity function. You are sufficient balanced needed food, including your proper vitamins, proper minerals. Sufficient you are getting. ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അതിന്റെ ബേസിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊരു ആർട്ടിക്കിൾ ഞാൻ ഡിസ്പ്ലേ ചെയ്ത്, ഞാൻ നേരെ ടീച്ചർ ഡിസ്പ്ലേ ചെയ്തല്ല. നിങ്ങൾ യു ഹാവ് ടു ലീവ്, എല്ലാവരും പറയാൻ 2 ദിവസം കഴിഞ്ഞ് പോകാൻ. അപ്പൊ പഴയ കണക്കുള്ള ഈ പറഞ്ഞ ഡിഫറെന്റ് വൈറസ് എടുക്കുകയാണെങ്കിൽ സ്പാനിഷ് വൈറസ്, സ്പാനിഷ് ഫ്ലൂ, ഒരുപാട് ഡെത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു 2 വർഷം നീണ്ടു ചെയ്യും. ഈ വൈറസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം ഇറ്റ് വിൽ ബി അലോങ് വിത്ത് യു ജസ്റ്റ് ലൈക്ക് കോൾഡ് വൈറസ് കണക്ക് 20 years. പേടിക്കേണ്ട കാര്യമില്ല. 10-20 വർഷം നിങ്ങൾ ഉടനെ ഒന്നും പോകാൻ പോകുന്നില്ല, നിങ്ങളുടെ കൂടെ കാണും. പക്ഷെ ആരാ പേടിക്കേണ്ടത്? പേടിക്കേണ്ട ആളിലും കോവിഡ് ഈവൻ പറഞ്ഞത് വൈറസിനോടൊപ്പം ജീവിക്കാൻ പഠിക്കൂ. കോവിഡിന്റെ കാലങ്ങളോളം നിലനിൽക്കും. വെരി ഇമ്പോർട്ടന്റ്. പക്ഷെ വി മസ്റ്റ് റീഡ് thoroughly and we must understand what is this. അപ്പൊ ഇതിന്റെ ബേസിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസംബറിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. വേറെ ഒന്നല്ല പറഞ്ഞത്, വെരി ഇമ്പോർട്ടന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ബേസിലാണ് ഞാൻ ഗോയിങ് ടു ഡിസ്കസ് വിത്ത് യു വേൾഡ് പോപ്പുലേഷൻ. ഈ പറഞ്ഞ COVID-19 കണക്കുള്ള പാത്തജനിക് ഡിസീസിനെയും ഈ പറഞ്ഞ COVID-19 എല്ലാവരെയും പ്രിവെന്റ് ചെയ്യാനായിട്ട്
only one thing that Adi Parni, the reason for the fear and the death of COVID-19 problem is due to the unhealthy people, unfit people. അതിനകത്ത് പറയുന്നുണ്ട് more than 80%, 80% വരുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഈ പറഞ്ഞ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി now they signed an agreement. അതാണ് ഇപ്പൊ കാണിക്കുന്നത്. വേൾഡ് ഹെൽത്ത് you will get through net. WHO and the International Olympic Committee team up to improve health through sports. അതിനകത്ത് വായിക്കുവാൻ മനസ്സിലാവും 80%. You must almost hear me. You are teachers. You must read this. You must read and understand what is here, and doubt you must ask me. But 80% of the total world population is unfit. ഈ അൺഫിറ്റിന് അതിൽ ഏറ്റവും കൂടുതൽ ലേഡീസ് ആൻഡ് ഗേൾസ് ആൻഡ് എൽഡർലി പീപ്പിൾ ആർ അൺഫിറ്റ്. സോ ഈ കോവിഡ് ഡെത്ത് ഈസ് ഡ്യൂ ടു പ്രീ എക്സിസ്റ്റിംഗ് സിംറ്റംസ് ഓർ ഈ പറഞ്ഞ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതുകൊണ്ട് അതിന് ഒരേ ഒരു വേ ഉള്ളൂ, only one way. ഞാൻ പറഞ്ഞല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞതാണ്, യു ഹാവ് ടു ഇംപ്രൂവ് യുവർ ഫിറ്റ്നസ്. അതിനവര് സൊല്യൂഷൻ പറഞ്ഞ് അവർ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അവർ നേരെ ആരെ അപ്രോച്ച് ചെയ്തില്ല. അവര് നേരെ ഫസ്റ്റ് ടൈമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രോച്ചിങ്. സാധാരണ സ്പോർട്സ് പേഴ്സൺസിനാണ് എന്റെ ഇഞ്ചുറി വരുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് കാണാൻ പോകുന്നത് അല്ലേ സാധാരണ. അത് ഞാൻ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഡോക്ടേഴ്സിനുള്ള അടി ഞാൻ പറയുന്നുണ്ട്. സ്പോർട്സ് പേഴ്സണെ ഇഞ്ചുറി പറ്റുമ്പോൾ വി ഹാവ് ടു ഗോ ഫോർ ഡോക്ടേഴ്സ് ഫോർ ഡയഗ്നോസിങ്, ഫോർ ട്രീറ്റ്മെന്റ്. ഇപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നേരെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC അപ്രോച്ച് പറഞ്ഞ് യു മസ്റ്റ് ഹെൽപ്പ്. എങ്ങനെയാണ് നമ്മൾ സൈൻ ആൻ എഗ്രിമെന്റിനകത്ത് ഞാൻ പറഞ്ഞ ഇപ്പൊ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, വേൾഡിലെ ഇപ്പോഴുള്ള പോപ്പുലേഷനിൽ 80% അൺഫിറ്റ് ആണ്. ഐ ആം റിപ്പീറ്റിംഗ്. സോ അറ്റ്ലീസ്റ്റ് ഒരു 15%, 15% എങ്കിലും ഫിറ്റ്നസ് ലെവൽ ദേ ഹാവ് ടു ഇംപ്രൂവ്. 15% അതിനുള്ള പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും അവർ മെസ്സേജ് അയച്ചു കഴിഞ്ഞു. പക്ഷേ ആ മെസ്സേജ് അയച്ചു കഴിഞ്ഞു only no other way to get immunity. അപ്പൊ ആ സമയത്താണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക, വാക്സിൻ തരൂ, കോൾഡ് വൈറസ് അല്ലെ, വാക്സിൻ വേണ്ടി എല്ലാം വെയിറ്റ് ചെയ്യുക. അവര് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വർക്ക് ചെയ്യുന്നത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയല്ല, പോക്കറ്റ് വിത്ത് മണി. അപ്പൊ ആ വാക്സിൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങനെ. അപ്പൊ ഈ വാക്സിൻ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ പറഞ്ഞ സിംഗപ്പൂരില് ഈ COVID-19 10 times എഫക്റ്റ് ആയിട്ടുള്ള വേറൊരു കൊറോണ വൈറസ് വന്നു കഴിഞ്ഞു. 10 times സ്ട്രോങ്ങർ. അത് ഇങ്ങനെ വന്നു പിടിയില്ല, പക്ഷെ അത് വന്നു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോ വൈറസിനും ഓരോ ഇത് കണക്കുള്ള വാക്സിൻ വന്നു കഴിഞ്ഞാല് നമ്മൾ ഇപ്പൊ തന്നെ വാക്സിൻ പരാജയം പല കാര്യം. അപ്പൊ വാക്സിൻ കഴിക്കുന്ന ഓക്കെ, ഇറ്റ് ഈസ് ഫോർ ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ്. പക്ഷെ ഇത് കണക്ക് പല ലോകത്തുള്ളത് ഒരു വാക്സിൻ, ഒരു വൈറസ് അല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈറസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈറസിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാക്സിൻ കുത്തിവെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഞാൻ പറയാനുള്ള കാര്യമില്ല. യു ആർ ടീച്ചേഴ്സ്. സോ വി നീഡ് ദ ജനറൽ ഇമ്മ്യൂണിറ്റി. ജനറൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ only one way is ഞാൻ നേരത്തെ പറയണക്ക് ഞാൻ പറഞ്ഞല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അണ്ടർലൈൻ പറയണക്ക് you have to improve your immunity through regular physical activity, regular proper nutrition and controlling the mental emotional stress. ഇത് ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പൊ അതിന്റെ ബേസിൽ again I have to point out one thing. ഇപ്പൊ നിങ്ങളിപ്പോ ഏറ്റവും രൂക്ഷമായിട്ടൊരു, നിങ്ങളൊക്കെ സൈലന്റ് ആണ്, നിങ്ങൾ എല്ലാവരും വീട്ടിലിരിക്കുക. ചില ക്വാറന്റൈനിൽ, ചില ലോക്ക്ഡൌണില്, ചില വീട്ടിൽ ഫുൾ റെസ്റ്റ് 6-7 മാസമായി. And also my topic is pre-present and post-crisis. Pre എന്നുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു. What are happening? Death due to inactivity. Okay. Present this. Post ഞാൻ പറയുന്നുണ്ട്. Okay. ഈ സിറ്റുവേഷനിൽ പ്രസന്റ് ആയിട്ട് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? Now we can go to the present condition. What is that? അല്ലേ, ഹോമിയോ ഡോക്ടർ ഇന്റർനാഷണൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ IMA ഈസ് ആദറൈസ്ഡ് മെഡിക്കൽ കോളേജുകൾ എല്ലാം അലോട്ട് ചെയ്യുന്നതും ഇന്ത്യയുടെ മെഡിക്കൽ ഈ ഹെൽത്തിന്റെ കൺട്രോൾ അവർക്കാണ്. ഗവൺമെന്റും ഗവൺമെന്റ് മീൻസ് വി ആർ സെലക്ടിംഗ് ദ പീപ്പിൾ ആൻഡ് ദേ ആർ കൺട്രോളിംഗ് ദിസ് IMA ഇന്റർനാഷണൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഇവര് രൂക്ഷമായി അതിന്റെ അവരുടെ ക്വാളിഫൈഡ് ആൻഡ് ആദറൈസ്ഡ് പേഴ്സൺസ് അവർ ഈ ഇപ്പൊ നമുക്ക് നിങ്ങൾ ഇഷ്ടം അതാണ് കുറച്ച് ഇൻക്ലൂഡിങ് അലോപ്പതി ഡോക്ടേഴ്സ് കഴിക്കുന്നത് പ്രിവെന്റീവ് മെഷേഴ്സ് എന്നുള്ളത് മെഡിസിൻ കഴിക്കുന്ന ഹോമിയോ.
ആയുർവേദ വകുപ്പ് കുറച്ച് പറയുന്നുണ്ട്, അവർക്ക് കുറെ ഇത് കണക്കുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സ് മരുന്നുണ്ട്. ഈ പറഞ്ഞ IMA ഇവരെ രണ്ടുപേരെയും രൂക്ഷമായിട്ട് വിമർശിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. ഞാൻ അതിട്ടുണ്ട്. യു ക്യാൻ സീ ഓൺ ഓൾറെഡി പ്ലേസ് ഐ ഗിവൺ, യൂട്യൂബ് വിൽ ഗെറ്റ് ഇറ്റ് ദെയർ ആർഗ്യുമെന്റ്. ഭയങ്കര ചർച്ച കൊണ്ട് ചെയ്യപ്പെടും. എന്താ ഈ അലോപ്പതി ഡോക്ടർമാർ ഇത്ര രൂക്ഷമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അലോപ്പതി ഡോക്ടർമാരെ എന്തുകൊണ്ടാണ് അത്? ജസ്റ്റ് ഐ കമ്മിങ് ടു ദ പോയിന്റ്. Now, very, very important. As a teacher, you must, in the beginning, I want to say that as a teacher, that is your duty to convince the students and people. You know, even the parents will not accept or hear or understand the things, whatever thing. But as a teacher, you have the major duty, and whatever your teacher പറയുന്നതാണ് സ്റ്റുഡന്റ് കേൾക്കുന്നതും സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത്. But you are the right person. You must act now. Now I coming to the point. ഈ പറഞ്ഞ ഡോക്ടേഴ്സ് അടിയാത്ത കാര്യം എന്താ? ഈ പറഞ്ഞ ഇപ്പൊ അല്ലേ മെഡിസിൻ ഒക്കെ ഇപ്പൊ നീറ്റ് എക്സാം കഴിഞ്ഞോളൂ, MBBS ഭയങ്കര റഷാ. എന്താ IMA അത് പ്ലേ ചെയ്യുന്ന ഉള്ളതാണോ സാർ പറഞ്ഞത്? ഇപ്പൊ പ്ലേ ചെയ്യണോ? പ്ലേ ചെയ്യാൻ ഒരു ടൈം എടുക്കും. അവരുടെ ആർഗ്യുമെന്റ് മെഡിക്കൽ അസോസിയേഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ജസ്റ്റ് ഇടാമോ? ഒരു 2 മിനിറ്റ് ഇട്ടോളായിരുന്നു. 2 മിനിറ്റ്. ഓക്കെ സാർ, ഓക്കെ. പ്ലീസ് ഡിസ്പ്ലേ ദാറ്റ് ജസ്റ്റ് IMA. Association, which is an association of third-rate fellows. They have given me a notice. Now I am accused of using the harsh by the allopathic idiots. I will call a really big shame if any system of medicine defames another system. It really poorly reflects on their character. Namaste, this is Dr. Srijit. I am on leave, Government of Kerala, Government Medical Officer, Ayurveda Department. This video is brought at the advice of Dr. C.P. Matthew sir, the oldest oncologist with 61 years of experience, perhaps the oldest oncologist in the whole world. It's a big shame to realize this letter that has come from the Indian Medical Association, and apparently, as you see in the screenshot, the IMA has cautioned him or alerted him, and in his language he says it's a kind of threat that he feels that it's a mistake that he makes by propagating and popularizing the IUC cancer patients. Okay, teacher. അടുത്ത വേറൊരു വീഡിയോ ഉണ്ടല്ലോ, വേറൊരു യൂട്യൂബ് കൂടെ. ടീച്ചർ another YouTube also there? ഹോമിയോപ്പതി ആണോ സർ? ഹോമിയോപ്പതി. Okay, I'll show that. Homeopathy, okay. ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഹോമിയോപ്പതി എന്ന വൈദ്യശാസ്ത്ര ശാഖ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ ലോകത്തുള്ള നല്ലൊരു ശതമാനം രാജ്യങ്ങളിലും നിരോധിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, അതുപോലെ യൂറോപ്യൻ കൺട്രീസ്, അതുപോലെ ജർമ്മനിയിലൊക്കെ ഹോമിയോപ്പതി നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു നേതാവിന്റെ പ്രസ്താവന നമ്മളെല്ലാവരും കാണുകയുണ്ടായി. നമുക്ക് ആ വിഷയം ആദ്യം നമുക്ക് ആ പ്രസ്താവന ഒന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞതിൽ വല്ല സത്യവുമുണ്ടോ, അല്ലെ എന്തെങ്കിലും വാസ്തവമുള്ള കാര്യമാണോ, ഹോമിയോപ്പതി മറ്റു രാജ്യങ്ങളിലൊക്കെ നിരോധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി നമുക്ക് ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം. ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും അതായത് ഹോമിയോ ഉണ്ടായി എന്ന് പറയുന്ന ജർമ്മനിയിൽ തുടങ്ങി, ഓസ്ട്രേലിയയിൽ തുടങ്ങി, ഇംഗ്ലണ്ടിൽ തുടങ്ങി, ന്യൂസിലൻഡിൽ തുടങ്ങി, അമേരിക്കയിൽ തുടങ്ങി, സർവ്വ രാജ്യങ്ങളിലും നിയന്ത്രിച്ചിരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. അത് നിരോധിച്ചിരിക്കുന്ന ചികിത്സയാണ്. ഓസ്ട്രേലിയയിൽ പോയാൽ അവിടെ ഹോമിയോ മരുന്ന് കൊടുത്താൽ മാതാപിതാക്കളെ പിടിച്ച് ജയിലിലിടും. അങ്ങനെയുള്ള ഒരു ചികിത്സയിൽ ഈ COVID-19 കാലഘട്ടത്തിൽ വന്നൊരു ലജ്ജയുമില്ലാതെ മന്ത്രിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഈ കള്ള ചികിത്സ, ഈ ഫ്രോഡ് ചികിത്സ നിരോധിക്കുകയും ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നവർക്കെതിരെ വളരെ നിരോധിക്കണം. അത് കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ എല്ലായിടത്തും നിരോധിക്കണം. മറ്റ് രാജ്യങ്ങളിലും നിരോധിച്ച ചികിത്സയാണ്. അത് ഇവിടെ മാത്രം ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പാടില്ല. ഇത് ആൾക്കാരോടുള്ള, പൊതുജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണെന്ന് യാതൊരു സംശയമില്ലാതെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയും. അദ്ദേഹം കത്തി കയറുകയാണ് അല്ലെ. മറ്റു രാജ്യങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ നിരോധിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ നിരോധിച്ചിട്ടുണ്ട്, ജർമ്മനിയിൽ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വൈദ്യശാസ്ത്ര ശാഖ ഇന്ത്യക്ക് ആവശ്യമുണ്ടോ? ഇന്ത്യയിൽ നിരോധിക്കണമെന്ന് അദ്ദേഹം വളരെ ഉച്ചത്തിൽ, ചാനൽ ചർച്ചയിലൊക്കെ വളരെ ഉച്ചത്തിൽ സംസാരിച്ചാൽ അത് തന്റെ വിജയം എന്നുള്ള രീതിയിലൊക്കെയാണ് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹം അത് പ്രസംഗിക്കുന്നത്. നമുക്ക് അതിന്റെ കാര്യമായിട്ടുള്ളൊരു
Okay, teacher. Okay, I think ഇപ്പൊ രണ്ട് ഹോമിയോപ്പതിക്ക് എതിരായിട്ടും രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് അതിനകത്ത്? അലോപ്പതി ഡോക്ടർമാരാണ്. ഞാൻ കാര്യം മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റൽ എല്ലാം അടഞ്ഞിടക്കുക, എല്ലാ ഹോസ്പിറ്റലും അടഞ്ഞിടക്കുക, അവരുടെ വരുമാനം മുട്ടിയിരിക്കുക. COVID-19 മെഡിസിൻ ഇല്ല. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്താൽ അവർ കിട്ടുന്ന ഇൻകം റൂമിൻ്റെതും IC യൂണിറ്റിലും ഇന്റൻസീവ് കെയർ യൂണിറ്റിലും അല്ലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലും ഉള്ള എക്സ്പെൻസ് അതെല്ലാം ഇട്ടേക്ക്. അല്ല മെഡിസിൻ കൂടി പോയാൽ ഒരു 1000 രൂപ താഴെ മെഡിസിൻ ഇല്ല. ടെമ്പറേച്ചർ വരുമ്പോൾ ഒരു പാരസെറ്റമോളിന്റെ അറിയാല്ല, ഒരു 10 രൂപയ്ക്ക് പാരസെറ്റമോൾ മേടിച്ചു കഴിഞ്ഞാൽ 10 ദിവസം കഴിക്കാൻ മതി, അല്ല 20 ദിവസം കഴിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. അംജിത്തിന്റെ ഒക്കെ നല്ല എക്സ്പീരിയൻസ്. അംജിത്ത് ഡീലിംഗ് വിത്ത് COVID patients and he's understood what they have to give if they are affecting the COVID-19 corona virus affect എന്ത് ചെയ്യുമെന്ന്, what type of treatment they are giving. അപ്പൊ ഇതെല്ലാം കൊണ്ട് ഒരു കാര്യം ആലോചിക്കണം, ഈ സമയത്ത് അലോപ്പതി ഡോക്ടർമാർ എന്തുകൊണ്ട് രൂക്ഷമായി വിമർശിച്ച് നമ്മൾ സെൻസിബിൾ ആലോചിക്കണം. ബിക്കോസ് ഓഫ് അല്ലെ നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാവരും എന്ത് പറയാൻ കേൾക്കുന്നതാണ് അലോപ്പതി ഡോക്ടർമാർ. ഈ IMA-ക്കാര് വളരെ രൂക്ഷമായിട്ട് ഹോമിയോപ്പതിയും അലോപ്പതി ഇപ്പൊ നല്ല ബ്രാഞ്ചസ് ഈ ആയുർവേദത്തെ വിമർശിക്കാൻ കാരണം ഇപ്പൊ 6-7 മാസമായിട്ട് മിക്കവാറുള്ള ഡോക്ടർമാരുടെ എല്ലാം ഇൻകം മുട്ടിയിരിക്കുകയാണ്. ഹോസ്പിറ്റൽ മറ്റേതല്ലേ, ഹോസ്പിറ്റൽ ഏത് ഹോസ്പിറ്റലിലും നിറച്ച ആളല്ലേ. അപ്പൊ അത് ജസ്റ്റ് ഐ വാണ്ട് ടു കം ടു ദ പ്രീതിങ്. പ്രീവിയസ്ലി ബിഫോർ ദിസ് കൊറോണ വൈറസ് വന്നപ്പോഴത്തേക്കും നമ്മൾ വളരെ ബിസി ആയിട്ടുള്ള ജീവിതമാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. എക്സെപ്റ്റ് ഫിറ്റ്നസ് ഇല്ല. അപ്പൊ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, മെഡിസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ആദ്യം ഇട്ടത്, we have to leave it along with this COVID, along with this virus for more than 20 years. Only thing we have to make our fitness strong. ഇനി ഞാൻ പറയാം, ഈ പറഞ്ഞ അലോപ്പതി ഡോക്ടർമാരും ആയുർവേദം ഇവർക്ക് ഫീൽ ചെയ്തത് അലോപ്പതിയിൽ ഇതിന് ഇമ്മ്യൂണിറ്റിക്കുള്ള വാക്സിൻ മാത്രമേ ഉള്ളൂ. ഇവര് ശരിയായിരിക്കും. ഈ പറഞ്ഞ ആയുർവേദത്തിലും ഹോമിയോയിലും they are claiming that they have this immunity-ക്കുള്ള വാക്സിനുള്ള അല്ലെങ്കിൽ അതിനുള്ള പ്രിവെന്റീവ് മെഷേഴ്സിനുള്ള ടാബ്ലറ്റ്സ് ഉണ്ടെന്ന് അവർ ക്ലെയിം ചെയ്യുന്നു. Almost I think that they are successful. That is their let them claim, let them argue each other. But what we have to do as a teacher, what you have to do to the society, as a your duty is to convince the students, convince the society the importance of the fitness level. How the importance of the mental fit, emotional fitness, importance of the balance diet. ഈ 3 കാര്യങ്ങൾ സൊസൈറ്റി കൺവിൻസ് ചെയ്യാൻ your duty. Okay. Next I want to clear about the present scenario in our nation. എല്ലാ ലോക്ക്ഡൌണിൽ lot of things happen അല്ലേ. ഇപ്പോഴും lot of things means a lot of problems here. They have financial business ഒക്കെ കൊളാപ്സ് ആണ്. ഒരുപാട് ആത്മഹത്യകളൊക്കെ വളരെ ഹൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ഇതെല്ലാം വളരെ രൂക്ഷമായിട്ടിരിക്കുന്നത്. what will happen the പോസ്റ്റ് ക്രൈസിസ് തുടങ്ങി ചില രാജ്യങ്ങളിൽ പോസ്റ്റ് ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ. നമ്മളിപ്പോ പ്രസന്റ് ക്രൈസിസിലാണ്. ഇന്ത്യ, നമ്മുടെ ചില രാജ്യങ്ങളിൽ പ്രസന്റ് ക്രൈസിസ്, അമേരിക്ക, ചില രാജ്യങ്ങളും സിംഗപ്പൂര്, യൂറോപ്പിലുള്ള ഇംഗ്ലണ്ട്, ഇതൊക്കെ പോസ്റ്റ് ക്രൈസിസിലോട്ടുള്ള സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പോസ്റ്റ് ക്രൈസിസ് ടൂ മച്ച്. ഈ പറഞ്ഞ ഡെത്ത് വളരെ രൂക്ഷമായിരിക്കും. നോട്ട് ബിക്കോസ് ഓഫ് കൊറോണ വൈറസ്, ബിക്കോസ് ഓഫ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതിലൊരു പോയിന്റ് ഐ വാണ്ട് ടു സേ ദാറ്റ് അബൌട്ട് ദ ഹാർട്ട് ഡിസീസ് അല്ലെ. ഹാർട്ട് ഡിസീസ് ഏതാണ്ട് 10 വർഷം മുമ്പ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞൊരു വാക്കുണ്ട്. 2025 ഇന്ത്യ, നമ്മളിപ്പോ ആൾമോസ്റ്റ് എല്ലാത്തിനും ക്യാപിറ്റലാണ്. ഏതിന്റെയൊക്കെയാ? ഡയബറ്റിക് ക്യാപിറ്റലാണ്. ക്യാൻസർ ടു മച്ച്. അതിന്റെ ഐ വാണ്ട് ടു സേ വൺ തിങ് അബൌട്ട് ദ ഡെത്ത് റേറ്റ് ഇല്ലേ. ഡെത്ത് റേറ്റ് ടു മച്ച്. ഏറ്റവും കൂടുതൽ ടോട്ടൽ ഡെത്തിന്റെ മാക്സിമം ഹാർട്ട് ഡിസീസ് ആണ്. അത് കഴിഞ്ഞാൽ ക്യാൻസർ, അത് കഴിഞ്ഞാല് ഈ പറഞ്ഞ ഡയബറ്റീസ് അല്ല, മെന്റൽ ഡിസോർഡേഴ്സ്. ക്യാൻസറും മെന്റൽ ഡിസോർഡേഴ്സും വേൾഡിൽ ഏതാണ്ട് ഈക്വൽ ആയിട്ട് ഇരിക്കുക. ക്യാൻസർ ബാധിച്ച് 9.9 മില്യൺ ഡെത്ത് ആണെങ്കിൽ കഴിഞ്ഞ വർഷം മെന്റൽ ഡിസോർഡേഴ്സ് ബാധിച്ച്, ഇമോഷണൽ സ്ട്രെസ് ബാധിച്ച് മരിച്ചവര് 8 മില്യനാണ്. 1 മില്യൺ ഡിഫറൻസേ ഉള്ളൂ. ദാറ്റ് ഈസ് ടു മച്ച് മെന്റൽ സ്ട്രെസ് ഈസ് ദെയർ എമംഗ് ദ സൊസൈറ്റി. So as a teacher, you are the only right person to clear this.
വേറെ ആർക്കും പറ്റില്ല. നമ്മളിപ്പോ ഡോക്ടർമാർക്ക് ഐ ഹാവ് ലോട്ട് ഓഫ് കോൺടാക്ട് വിത്ത് ഡിഫറെന്റ് ഡോക്ടേഴ്സ്. ഞാനിപ്പോ ഇടയ്ക്ക് പല സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. വളരെ ഏജ്ഡ് ആയിട്ടുള്ളത് ഓൾറെഡി ഡോക്ടേഴ്സ് ഇപ്പൊ സാധാരണ ഡോക്ടർമാരുടെ മെയിൻ യങ് ഡോക്ടർമാരുടെ മെയിൻ എയിം ടു ഗെറ്റ് മോർ മണി. പക്ഷെ വളരെ സീനിയർ മോസ്റ്റ് ഡോക്ടേഴ്സ് they will open മനസ്സ് തുറക്കും. They will say ഒരു സൈക്കോളജിസ്റ്റ് സം ഓഫ് ദ ഈ പറഞ്ഞ ഈ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവർ പറഞ്ഞ മെയിൻ പോയിന്റ് ഉണ്ട്. ഒരു പ്രാവശ്യം ഒരു പേഷ്യന്റ് എന്റെ അടുത്ത് വന്നാൽ, ഒരു പേഷ്യന്റ് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോ ഒരു സൈക്കോളജിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈസ് എ പെർമനന്റ് പേഷ്യന്റ് ഓഫ് ദാറ്റ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഇൻകം ആണ്. ബാങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. നല്ലൊരു സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെയും അവരുടെ സിൻസിയർ ആയിട്ട് ഉള്ള അപ്രോച്ച് ചെയ്ത ഡോക്ടർമാരുടെ ഒരു മെസ്സേജ് കിട്ടിയതാണ്. പെർമനന്റ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഒരുപാട് ഇപ്പൊ മാനസിക പ്രശ്നമുള്ള സ്റ്റുഡൻസ് ഉണ്ട്, സൊസൈറ്റി ഉള്ളവരുണ്ട്. വെൻ വി ആർ അപ്രോച്ചിങ് ലൈഫ് ലോങ്ങിൽ അവർ മെഡിസിൻ എടുക്കുന്നവരാ അല്ലെങ്കിൽ അതിന്റെ കൗൺസിലിംഗ് എടുക്കുന്നവരായിരിക്കും. അതിന് സൊല്യൂഷൻ സ്പോർട്സ് എക്സസൈസ് ഫിസിയോളജിയിലുണ്ട്. ഇഫ് യു ആർ പ്രോപ്പർലി എക്സസൈസിനെ പറ്റിയും അതിന്റെ എഫക്റ്റിനെ പറ്റിയും നമ്മുടെ സോഷ്യൽ ഇന്ററാക്ഷനെ പറ്റി പറഞ്ഞ ടോപ്പിക്. സംജിത്ത് ഈസ് ദേർ, ഈസ് റെഡി, ഹി ഏബിൾ ടു എക്സ്പ്ലെയിൻ എവറിത്തിങ്. ബട്ട് എനിക്കോ ഈ പറഞ്ഞ മെഡിസിൻ ഒക്കെ ഇസ് എ വൺ തിങ് ഫോർ ബിസിനസ്, ദാറ്റ് ഈസ് ടേക്കിംഗ് യുവർ മണി and they are in their profit, not your benefit. Your benefit means for World Health Organization അവസാനം പറഞ്ഞ കാര്യമാണ്, you have to maintain your fitness high. That's the only one way. But again I am coming to the next point, that ഈ പറഞ്ഞ നോൺ കമ്മ്യൂണിക്കൽ ഡിസീസിനകത്ത് ഉള്ള ഹാർട്ട് ഡിസീസിനകത്ത് we are going to become the capital in the year 2025 maximum. അപ്പൊ ഫിറ്റ്നസ് എന്ത് ചെയ്യണം? I am coming to the post crisis and you have to advise the students what they had to do in the now എല്ലാവരും ലോക്ക്ഡൌൺ വീട്ടില അല്ലെ, അല്ലെങ്കിൽ ക്വാറന്റൈനില, അല്ലെങ്കിൽ ഇൻക്യുബേഷൻ. ഇപ്പൊ ഈ എക്സാമ്പിൾ ഇപ്പൊ അന്ത്യത്തിന്റെ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയില്ല. ഇപ്പൊ COVID-19 അല്ലെങ്കിൽ കൊറോണ വൈറസ് നിങ്ങളുടെ ബോഡിക്കകത്ത് വന്നു കഴിഞ്ഞാല് ലങ്സ് വന്നു കഴിഞ്ഞിട്ട് ഗ്രാജുവലായിട്ടാണ് ബാധിക്കുന്നത്. ആദ്യം വന്നപ്പോ എക്സാമ്പിൾ ജസ്റ്റ് എക്സാമ്പിൾ ഇപ്പൊ കോസ്റ്റ് ഏരിയ, I think that I have conducted some research in the coast area. ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ കടപ്പുറത്തൊക്കെ ചില ഏരിയകളിൽ ഒരു സമയത്ത് രൂക്ഷമായ ഒരു 80-90% കോവിഡ് പോസിറ്റീവ് ടെസ്റ്റ് ചെയ്ത്. I think that I have conducted some research there in that area. They are little bit fit persons, physically active persons, mentally relaxed persons in coast area. അവർ അന്നന്നത്തുള്ള ജീവിതം കണ്ടെത്തുന്നു, അന്നല്ല leave other things about them, but as a fitness aspect I just want to point out an example in the coast area what happened during the COVID period. You must understand that. ഈ 5 തെങ്ങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ പൂവാർ ഈ പറഞ്ഞ ട്രിവാൻഡ്രം ഈ പറഞ്ഞ ഏരിയയിൽ കോസ്റ്റ് ഏരിയ വാട്ട് ഹാപ്പൻ ഈസ് beginning 1 or 2 cases of COVID when they tested positive, okay, but they don't have any severe death സംഭവിച്ചു. നേരത്തെ പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കൽ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കൽ ഡിസീസോ ഹാർട്ട് ഡിസീസോ ഉള്ളവർ ഡെത്ത് സംഭവിച്ചു, അല്ലാതെ സംഭവിച്ചൊന്നുമില്ല. ബട്ട് വിത്തിൻ ഫ്യൂ ഡേയ്സ് പിന്നെ പറഞ്ഞത് again they tested 90% of that population is found positive, COVID positive. വളരെ പേപ്പറൊക്കെ നിറച്ചു, they want news, newspaper media they want news, okay, 90% COVID. പഴയ ന്യൂസ് പേപ്പർ നിങ്ങൾ കാണാം. പക്ഷെ within few days they all become negative. How? One example. Another example, നമ്മുടെ ഇന്ത്യ ക്രിക്കറ്റ് ടീം ദുബൈയിൽ ഇപ്പൊ IPL സ്റ്റാർട്ട് ചെയ്യില്ലേ അല്ലെ, ക്രിക്കറ്റ് ലീഗ്. ആദ്യം ഇന്ത്യൻ ടീം പോയിരുന്നു, ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പോസിറ്റീവ്, വിത്തിൻ 3 days നെഗറ്റീവ്. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ ത്രോട്ടിന്റെ അവിടെ നിന്ന് ലങ്സിന്റെ അവിടെ വന്നാണ് ഈ വൈറസ് ഇരിക്കുന്നത്. അത് തോന്നുമ്പോ വൈറസ് ഉണ്ട്, ഇപ്പൊ പോസിറ്റീവ്. ആ വൈറസ് ഉള്ളപ്പോ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ബോഡി വർക്ക് ചെയ്യും, ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആന്റിബോഡീസ് എന്നിട്ട് ഇവരെ നശിപ്പിക്കും. ആന്റിബോഡീസ് വെളിയിൽ തന്നെ, അത് ബോഡി ഇടാൻ പറ്റില്ല, ആ ബ്ലഡിനകത്ത് കയറിയാലേ നശിപ്പിക്കാൻ പറ്റൂ. അപ്പൊ ലങ്സിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ആന്റിബോഡീസ്, ഇഫ് യു ആർ ഫിറ്റ്, ഇഫ് യു ആർ ഇമ്മ്യൂണിറ്റി ഇസ് ഗുഡ്, ഇഫ് യു ഹാവ് ദ റെസിസ്റ്റൻസ് ഓവർ, then you will the COVID virus will know ആനെ ഫ്ലഷ് ചെയ്ത് വെളിക്കളയും. അപ്പൊ ഇതാണ് ഇപ്പൊ COVID-19 അവിടെയും ഇന്ത്യ IPL തുടങ്ങിയത്. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ഈ നെക്സ്റ്റ് പോയിന്റ്, ഹൗ ദിസ് പാൻഡമിക് endemic condition severe through news only, because ഞാൻ നേരത്തെ പറഞ്ഞാൽ 80%, more than 80%, 80% കൂടുതൽ പോപ്പുലേഷൻ
unfit. They are suffering, most of the persons are suffering from non-communicable diseases. Unfit, their antibodies are very poor. So, unfit. So, what have you to do in the post-crisis? Communicable diseases, do show a chance on the. You should be afraid of. This is afraid and unfit, only unfit people. If you are fit, if you are mentally fit, if you are physically fit, if you are having the sufficient balanced diet, you need not worry about COVID-19 or any other disease. One thing. Second thing I want to add along with that, and what is present situation? Just 20 years back, നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി ഇല്ലേ, നമ്മുടെ ആയുർദൈർഘ്യം കൂടി വരുന്ന പണ്ട് 10-50 വർഷം മുമ്പ് നമ്മുടെ ആയുർദൈർഘ്യം ജീവദൈർഘ്യം കുറവായിരുന്നു. അന്നത്തെ അനുസരിച്ച് 50 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കും. അതാണ് അന്ന് ഒരു 45-50-60 വയസ്സ് വരെ ഉള്ളൂ. ഈ വയസ്സാണ് ഇപ്പൊ ഡോക്ടർ IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു സീക്രട്ട് ആയിട്ട് ഒരു സർവേ നടത്തി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സർവേ നടത്തി. അത് വെളിയിൽ വിട്ടിട്ടില്ല. ബട്ട് ഐ ഗോട്ട് ദ ഇൻഫർമേഷൻ. ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി ആയുർദൈർഘ്യം കുറവുള്ളത് ഡോക്ടർമാർക്കാണ്. അറിയാമോ? ആവറേജ് 55 to 60 years. Average life expectancy of doctors in India is 55 to 60 years. അറിയാമോ? അതിനേക്കാൾ എത്രയോ മടങ്ങ് ഹൈ ആണ് അത് പോപ്പുലേഷൻ. അപ്പൊ അത് സെക്കൻഡ് തിങ്. ഈ പറഞ്ഞ ഇപ്പോഴുള്ള ജനറേഷന്റെ നമ്മളിപ്പോ ഏതാണ്ട് പഴയ ആളുകളൊക്കെ ഏതാണ്ട് വന്ന് ഏതാണ്ട് 50 years ബാക്കിൽ 45 എന്ന് പറഞ്ഞു. ഇപ്പോഴുള്ള പഴയ ആളുകളുടെ ഒരു ജനറേഷന്റെ ഒരു ഏജിങ് അപ് ടു 115 വരെ പോകുന്നായിരുന്നു. എപ്പോഴും അറിയാമോ? മൊബൈൽ ഫോൺ, ഈ ഇലക്ട്രോണിക് മീഡിയ, മൊബൈൽ ഫോൺ, ഹെഡ്ഫോൺ, ഈ പറഞ്ഞ ലാപ്ടോപ്പ്, ഈ പറഞ്ഞ ഇന്റർനെറ്റ്, കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വരുന്ന മുമ്പേ ആയിരുന്നു അവരുടെ ജീവിത ശൈലി അനുസരിച്ച്, ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ലൈഫ് എക്സ്പെക്ടൻസി they are planned and they are calculated and they predicted that it will go up to 115 plus, anyhow more than 100. പക്ഷേ then they evaluated other കുറച്ച് ആളുകൾ ഇപ്പോഴുള്ളൂ. then evaluated present crisis, present generation. നിങ്ങൾ കാണുന്നുണ്ടല്ല, എല്ലാവരുടെയും മൊബൈൽ ഫോൺ, എല്ലാവരുടെയും ഇയർഫോൺ, എല്ലാവരും അവരവരെ ഒതുങ്ങി കൊടുക്കുക, എല്ലാവരും self-centered, no social contact, mental stress is very high, food intake and too much calorie intake, very horrible and improper lifestyle. Our life expectancy also they predicted only below below 70 years. Coming generation ലൈഫ് എക്സ്പെക്ടൻസി 70-30 വർഷം ബാക്കിലോട്ട് ആക്കിയിരിക്കുക. ഇലക്ട്രോണിക് മീഡിയ വന്നങ്ങനെ അറിയാലോ. ഇതാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിനാറിയോ. My request to all the teachers is just convince the society, convince the students, convince the society and students, not only students. You are the teacher. Whatever you are as a teacher, you are the responsible person. ഏത് ആളെടുത്താലും, ഏത് സൊസൈറ്റി, നമ്മുടെ ഏത് ലീഡർ എടുത്താലും, ഏത് ടോപ്പ് ലീഡർ എടുത്താലും, ഏത് ഏറ്റവും ബെസ്റ്റ് സിറ്റിസൺ എടുത്താലും, there is a teacher behind. There is one or two or more teachers are behind his level of achievement. തീർച്ചയായിട്ടും ഒരു ടീച്ചർ നമുക്കറിയാലോ ഏത് ടീച്ചറിനാണ് നമുക്ക് റെസ്പെക്ട്. ഒരു ടീച്ചർ നിങ്ങളുടെ ഒരു ഫോർമേഷൻ, നിങ്ങളുടെ ബിഹേവിയർ ഫോർമേഷൻ, നിങ്ങളുടെ ഡിസിപ്ലിനിൽ, നിങ്ങളുടെ അക്കാഡമിക് ലെവലിൽ, നിങ്ങളുടെ career എല്ലാം some teachers are there. So much importance that is, but unfortunately our government, our public is not seeing the teacher, not giving the much respect, not convincing the importance of the teachers now. Horrible and pathetic situation. These are the main reason. So what they are seeing, the society is seeing you, how much you are getting. College teachers are saying, oh, you are getting huge scale. School teachers are saying, oh, why teachers? But you are seeing how much you are getting. So you are the most responsible person, and for creating a good society, good and healthy, as well as a disciplined society and a good society and national builders, young citizens ആണെങ്കിലും
ക്രിയേഷൻ നിങ്ങളാണ്, ടീച്ചേഴ്സാണ്. സോ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞ ഗവൺമെന്റും ഒന്നും പ്രോപ്പറായിട്ട് കാണുന്നില്ല, സൊസൈറ്റി കാണുന്നില്ല, പൊളിറ്റീഷ്യൻസ് കാണുന്നില്ല. ഈ they are seeing you as getting how much salary getting. Okay, one thing. Second thing is ഈ കോവിഡ് ടൈമിൽ you are getting salaries from the government, so you must do some other duties. You are not the responsible teachers to doing other duties. At least they must plan such a way that this is my suggestion. As plan such a session that each student will school college എത്ര students ഉണ്ട്, ഓരോ സ്റ്റുഡന്റിനെയും അറ്റൻഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലി യൂസ്ഫുൾ. ഇപ്പൊ പലരുടെയും 6 മാസം കോഴ്സ് ചെയ്തു അല്ലെ, ജനറൽ ആയിട്ടൊക്കെ ക്ലാസ് നടക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തിന് ടീച്ചേഴ്സിന് അറ്റ് പ്രസന്റ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ഫുള്ളി കൊളാപ്സ്ഡ്. ലോട്ട് ഓഫ് ടീച്ചേഴ്സ് ആർ ഡൂയിങ് സം അതർ വർക്ക്സ് for creating grave searching for the grade, but the individual attention giving to that is one of the main drawback of the teaching community suffering these days. ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ ബിൽഡ് ചെയ്യുന്നതിനും ഒരു പുതിയൊരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ള നമ്മുടെ ടീച്ചേഴ്സിന് they want to do some other duties, useless hopeless duties. ഒരു സ്റ്റുഡന്റിനെ അല്ലെങ്കിൽ ഓരോ സ്റ്റുഡന്റിനെ അറ്റൻഡ് ചെയ്ത് അവരെ ക്രിയേറ്റ് ചെയ്ത് അവരെ ഡിസിപ്ലിൻ ആക്കി അവരെ if you are there, no all the ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ again I am coming to the World Health Organization's definition. If you are talking with about you teachers, lot of things are there. So my advice, my suggestion to the government is teachers are only meant for the students, only meant for the students. Students ഒരുപാട് കാര്യങ്ങളുണ്ട്, only for the students, not for the other persons or other duties. So they must each and every students must be carefully attended by the teachers community. So the plan should be that. ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ പല ടീച്ചേഴ്സിനൊക്കെ പല ഡ്യൂട്ടി കൊണ്ടിടുക. Oh, that is okay. Now I don't want to repeat more about that. So you are the main persons for creating a healthy, as you say, disciplined society. So again, if you are talking more about a lot of things, I think it's already time around the 45 minutes. I like just I shared the whatever things happening the pre-session and the present sessions we are carrying and the post sessions what will happen. So I think that I almost covered. I have given some basic things within this short period, but Mr. Abhijit is highly experienced and highly talented person is there for sharing all your doubts regularly. So I want to say that the teachers should be more aware about the importance of the physical activity and emotional stress, and the food items. So you are the teachers, you can do everything better than doctors. So if you try your best, if you are sincerely tries, if your government allow you to do the things properly, definitely that is the only one way we can avoid this crisis. And we can get we can no need of fear about this COVID virus. Otherwise, some other ways we have to definitely fear about the COVID virus for a long period, and we will be nowhere else in the society. Just I want to answer more questions that I like more. Just thank you very much for inviting me here and hearing my sharing my little bit knowledge with you. Thank you very much. Okay. Thank you so much, sir. Thanks for your time and a very informative and valuable session. Once again, thank you, sir. Now, there is the time for the Q&A session. Those who have doubts related to the session can either unmute the mic and ask your questions or put your doubts on the chat box. Okay. Audience, your questions, please. It's a time for discussion. Yes. You all can. The teacher, okay, teacher. സാർ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ചോദിക്കുമായിരുന്നു. സാറിന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് നല്ലൊരു ടോക്ക് ആയിരുന്നു സാർ. ഞങ്ങൾ ക്വസ്റ്റ്യൻസിന് കൂടെ അവര് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ഓരോരുത്തരും ചാറ്റ് ബോക്സിൽ ഉണ്ടല്ലോ. ഓക്കെ ടീച്ചർ, എടുക്കാം.
സാറേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്ന് വായിച്ചോട്ടെ സാർ. ശേഷം സാർ, ഡസ്റ്റ് അലർജി ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഹോമിയോ മെഡിസിൻ 5 വർഷം സ്ഥിരമായിട്ട് കഴിച്ചപ്പോ ഇപ്പൊ ഒരു പ്രോബ്ലം ഇല്ല എന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അലോപ്പതി മെഡിസിൻ ആണോ ഏതാണ് എന്നുള്ളത്. അപ്പൊ ഹോമിയോ വളരെ നല്ലതാണെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. ഹോമിയോ സമയം എടുക്കുമെങ്കിലും പക്ഷേ പൂർണ്ണമായും കുറയും. അപ്പൊ അതുകൊണ്ട് ഹോമിയോ നല്ലതല്ലേ എന്നുള്ള ഒരു സജഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. Okay, very good. Okay, I think that Homeopathy medicine now, I think I told you because now the society, that's not my topic. Why I can say that Homeopathy medicine is now more accepted by the society. That is the reason IMA is want to criticize them. I already showed that YouTube message by statement by the Indian Medical Association. Why they are so much worried about the homeo? I don't know. Nerede homeopathy, allopathy onnum they are silent and creating silent and making more money. Ee COVID-19 ഒരു 6 മാസം കൊണ്ട് അവരുടെ കൺട്രോൾ പോയി. ഇത് മാത്രമേ പറയാനുള്ളൂ. Because of the society is accepting more. Even a lot of homeo medicine, allopathy doctors are taking these homeo medicines throughout the world. I think that is they're not my subject. Anyhow, I can say that I want to say mainly IMA എക്സ്ക്യൂസ് മീ, സാറിന്റെ ഓഡിയോ ക്ലിയർ അല്ലല്ലോ സാർ. ഓഡിയോ ക്ലിയർ അല്ല. അതുപോലെ dust allergy, I think, yes, madam. Okay, teacher, I think that is connected with individual. Anyhow, I heard that a lot of medicines are actually, one thing I want to say that almost all the persons used to visit any disease, whatever you are getting a disease, first we used to approach a allopathy doctor. Then after, if the treatment is prolonging for a long duration, usually we used to visit homeo or Ayurveda. And Ayurveda also, if you have some joint problems or things, mainly they are depending on Ayurveda. And if some disease like cancer and some other diseases which is not cured long, which is prolonging for a long duration, then most of the societies, as you know, just like me, all you know about that, we used to approach the homeo. That's the situation nowadays. But this COVID-19 created more belief on homeo. That's the only thing I find out. Okay, thanks. Sir, ഒന്ന് പറഞ്ഞോട്ടെ സാർ. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇട്ടത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഡസ്റ്റ് അലർജി വരുന്നത്. അത് ഈ മരച്ചീനിയൊക്കെ വൃത്തിയാക്കുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു പൊടിയൊക്കെ അടിച്ചിട്ടാണ് ഇങ്ങനെ വന്നത്. അപ്പൊ ആദ്യം ഞങ്ങൾ പോയത് ഇതേപോലെ അലോപ്പതിയാണ്. കുറെ നാൾ പോയി. പക്ഷെ ആ മരുന്ന് എടുക്കുമ്പം പെട്ടെന്ന് പിടിച്ചു കെട്ടിയതുപോലെ നിൽക്കും. പക്ഷെ വീണ്ടും പെട്ടെന്ന് വന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണ് പിന്നെ ഹോമിയോയിലോട്ട് പോയി സ്ഥിരമായിട്ട് 5 വർഷം കഴിച്ചു. സമയം എടുത്തു. 5 വർഷം എന്ന് പറയുമ്പോൾ ഒരു വലിയ ടൈമാണ്. സമയം എടുത്ത് കഴിച്ചു. അപ്പൊ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ, നാരങ്ങ അച്ചാറ്, നാരങ്ങ വെള്ളം, പാളയം കൂടമ്പഴം, അതൊക്കെ ഒഴിവാക്കണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കി തുടർച്ചയായിട്ട് 5 വർഷം മരുന്ന് എടുത്തപ്പോഴത്തേക്കും ഇപ്പൊ ഒരു പ്രോബ്ലം ഇല്ല, നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇതാണ് ഞാൻ മറ്റേ ഒരു വീഡിയോ കാണിച്ചായിരുന്നു, ഏതൊക്കെയോ രാജ്യങ്ങളിൽ ഹോമിയോ ബാൻ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് സോറി, ഈ ഇപ്പൊ ടോക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തെ പറ്റി മാത്രമാണ്. ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് മിനിമം ഒരു ഹാഫ് ആൻ അവർ ഫോർ ദാറ്റ് അലോൺ. ജസ്റ്റ് ഐ വാണ്ട് സീ ഒരു 1 minute ഐ വിൽ ടോക്ക് അബൌട്ട് ദിസ് റെസ്പിറേറ്ററി. ഇപ്പൊ ടീച്ചർ പറഞ്ഞില്ല, ഒരു ജസ്റ്റ് 5 minutes ഐ വാണ്ട് ടു സേ സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഈ റെസ്പിറേറ്ററി നമ്മുടെ ഈ ലങ്സിനകത്ത് ഒരു സാധനം എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക്, ബാക്കിയുള്ള ബോഡിക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സ്പെൽ, ബോഡി വിൽ എക്സ്പെൽ ഇമ്മീഡിയറ്റ്ലി. ലങ്സിനകത്ത് എക്സാമ്പിൾ പഴയ ഒരു കണക്കാണ്, നമ്മൾ ഒരു പ്രാവശ്യം സിഗരറ്റ് വലിച്ചാലും ക്യാൻസർ ആണ്. നമ്മുടെ ക്യാൻസർ സെൽസ് അതിനകത്ത് ലങ്സ് സിഗരറ്റിനകത്ത് അല്ലെങ്കിൽ സ്മോക്കിങ്ങിനകത്ത് താറ് നിക്കോട്ടിനൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്തൊരു ബ്ലാക്ക് സ്പോട്ട് ഒന്ന് വരും. ഈ ബ്ലാക്ക് ആക്ച്വലി നിക്കോട്ടിൻ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചു ലങ്സിനകത്ത്. നല്ല ഹെവി സ്മോക്കേഴ്സിന്
ഇപ്പൊ ലങ്സിന് എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ലോങ് ഡേയ്സ് ടു കം ഔട്ട്. ഈ പറഞ്ഞ സാധനം വെളിയിൽ വരാൻ ഒരുപാട് ടൈം എടുക്കും. ലങ്സിന്റെ അകത്തുള്ള ഈ സർജറി കോംപ്ലിക്കേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു പ്രാവശ്യം സർജറി വിളിച്ചത് നമ്മുടെ ഫുഡ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തേക്കാളും ഇമ്പോർട്ടന്റ് ആണ് ഈ റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ കെമിക്കലോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അല്ലെ ഹെവി ആയിട്ടുള്ള ഒരു പുക വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ വി സഫർ ലോട്ട്. സഫറിങ് സാധാരണ സഫറിങ് കണക്കല്ല. ഓക്സിജനെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ആൾവിയോടെ കംപ്ലീറ്റ് ക്ലോസ് ആവുക. അപ്പൊ ഇറ്റ് വിൽ ലോട്ട് ഓഫ് ടൈം ടു ക്ലിയർ ദാറ്റ്. നല്ല റെഡ് ആയിട്ടുള്ള ഒരു റെഡിഷ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ കാപ്പിലറീസ് ഉള്ളതാണെങ്കിൽ ഓക്സിജൻ എക്സ്ട്രാക്ഷനും അതിന്റെ ഇൻഹലേഷൻ എക്സലേഷൻ നല്ല ക്ലിയർ പ്രോസസ് ആയിരിക്കും. ഇപ്പൊ ബ്രീത്തിങ്ങിനകത്ത് ഫോർ എക്സാമ്പിൾ ബ്രീത്തിങ്ങിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ VO2 മാക്സ് എന്ന് പറയും, നമ്മുടെ ഈ നല്ല പ്യുവർ ഓക്സിജൻ എടുക്കുന്നത്, അതിന് ഗ്യാസ് എക്സ്ചേഞ്ചിന്റെ എഫിഷ്യൻസി ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബ്രീത്തിങ്ങിന്റെ. അപ്പൊ അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കണക്ട് ചെയ്ത് ഈ COVID-19 സംഭവിച്ച ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. COVID-19 സിംഗപ്പൂരില് മലേഷ്യയില് ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ഒരു ഡോക്ടർ പറഞ്ഞൊരു മെയിൻ പോയിന്റാണ്. കക്ഷി ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് അതിനൊരു വാട്സാപ്പിൽ ഇട്ടിട്ടില്ല, അതിനകത്ത് ഞാനൊരു ഷോ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. കക്ഷി ഇങ്ങനെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ പേഷ്യൻസിന് ടു മച്ച് ആയി, ദേ ആർ സഫറിങ്. അവരുടെ ഷോ ചെയ്ത് കൊടുക്കുക, ഈ ഓക്സിജൻ കൊടുക്കാനുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സ് കുറഞ്ഞു. സോ സം പേഴ്സൺസ് ആർ ഡൈയിങ് ഔട്ട്സൈഡ്, വെളിയിൽ കിടന്ന് മരിക്കുക. അപ്പൊ അവർ പെട്ടെന്ന് ഈ ഡോക്ടർ വെളിയിൽ വന്നിട്ട് കക്ഷി എക്സസൈസ് കാണിച്ചു. എക്സസൈസ് അപ്പൊ കക്ഷി പറഞ്ഞ ഒരു പോയിന്റ്, കക്ഷി ഇങ്ങനെ കിടന്നിട്ട് ഒരു എലിവേറ്റർ പൊസിഷൻ, ഹെഡ് ഡൗൺ സിസ്റ്റം, എന്നിട്ട് കക്ഷി കുറെ ബ്രീത്തിങ് എക്സസൈസ് കാണിച്ചു തന്നു. കക്ഷി പറഞ്ഞ ബ്രീത്തിങ് എക്സസൈസ് പറയാൻ കാരണം ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ഈ പറഞ്ഞ ഒരു റീസൺസ് പറയുന്നത് ലങ്സിനകത്ത് ഇപ്പൊ ഈ കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ മ്യൂക്കസ് സ്റ്റോറി ഇല്ലേ, നമ്മളിപ്പോ കഫം പോലുമില്ല, അതിനകത്ത് മ്യൂക്കസ് സ്റ്റോറി ചെയ്യുന്ന ലങ്സിന്റെ താഴെ ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പൊ ഇതിനെ നമ്മൾ തിരിച്ചു പോക്കാനായിട്ട് സാധാരണ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ അവര് ട്യൂബ് ഇടുന്നത് ഈ പറഞ്ഞ വളരെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ഇവിടെ കൊണ്ട് ഡ്രില്ല് ചെയ്ത് ലങ്സിന്റെ അടിയിൽ ഇട്ടിട്ടാണ് ഈ പറഞ്ഞ മ്യൂക്കസിനെ വെളിയിൽ വലിച്ചു കളയുന്നത്. മ്യൂക്കസ് കംപ്ലീറ്റ് സ്റ്റോർ ആയി കഴിഞ്ഞാൽ നിങ്ങളെ ഓക്സിജൻ ഇൻടേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. യു വിൽ ഗോ ഫോർ സ്ട്രോക്ക് ഓർ ബ്രെയിൻ ഡെത്ത്. അതുകൊണ്ട് കക്ഷി പറഞ്ഞത് ഈ മ്യൂക്കസിനെ വെളിയിൽ കളയാനായിട്ട് തിരിച്ചൊരു റിവേഴ്സ് പൊസിഷൻ കിടന്നിട്ട് ഒരു ബ്രീത്തിങ് എക്സസൈസ്. അപ്പൊ മാക്സിമം ഈ മ്യൂക്കസിനെ ഈ മുഖിൽ കൂടെ തന്നെ കഫമായിട്ട് വെളിയിൽ കളയാം. അതിനുള്ള എക്സസൈസ് കക്ഷി കാണിച്ചു. ദാറ്റ് ആൾസോ വെരി ഇമ്പോർട്ടന്റ് ഫോർ ദ എക്സസൈസ് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും വെരി ഇമ്പോർട്ടന്റ്. ഈ എക്സസൈസ് എന്തുകൊണ്ട് ഈ യോഗയിലൊക്കെ ചെയ്യുന്ന ഒരുപാട് ബ്രീത്തിങ് ടെക്നിക്കുണ്ട്, ഒരുപാട് ബ്രീത്തിങ് എക്സസൈസ് യോഗയെ കണക്ട് ചെയ്ത് ലോട്ട് ഓഫ് എക്സസൈസ്. യോഗയിൽ മെയിൻ ആയിട്ട് വരുന്നത് ബ്രീത്തിങ് ആണല്ലോ, ബ്രീത്തിങ് സ്ട്രെച്ചിങ് ആണല്ലോ. അതിനകത്ത് ഈ പറഞ്ഞ ഇന്റർകോസ്റ്റൽ മസിൽസിനെയും അബ്ഡോമിനെയും കൂടെ എക്സസൈസ് ചെയ്ത് ബ്രീത്തിങ് എക്സസൈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ പറയാൻ കാരണം ഈ പറഞ്ഞ ലങ്സുമായിട്ട് കണക്ട് ചെയ്ത എല്ലാ അസുഖങ്ങൾക്കും ഇപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞ് ഈ പറഞ്ഞ കൊച്ചിലെ കുറച്ച് ഡസ്റ്റ് ഒക്കെ അടിച്ചിട്ട് അലർജി വന്നു. ഒന്നത് മെയിൻ റീസൺ ഈസ് ദാറ്റ് ഓൺലി. ഇപ്പൊ അതൊക്കെ ഉണ്ടെങ്കിലും ഇഫ് യു ഗോ ഫോർ ഡീപ് ബ്രീത്ത് എക്സസൈസ് along with making efficiency of the intercostal muscles and the abdomen muscles, your lungs will be perfect. പക്ഷേ that should be done better in the childhood. അതാണ് എനിക്ക് അണ്ടർലൈൻ പറയേണ്ട ഒരു വാക്ക്. അതിനൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പോയിന്റ് പറയാൻ വിട്ടുപോയി. അവരുടെ 80% ഞാൻ പറഞ്ഞ 80% പോപ്പുലേഷൻ അൺഫിറ്റ് ആണ്. അതുകൊണ്ട് 15% എങ്കിലും ഈ ഫിറ്റ്നസ് കൂട്ടണമെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെ ആ സ്റ്റേറ്റ്മെന്റിനുള്ള ഒരു വാക്കുണ്ട്, മോർ ഫിറ്റ്നസ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എസ്പെഷ്യലി among ഗേൾസ് ആൻഡ് ലേഡീസ്, സ്മോൾ ചിൽഡ്രൻ ആൻഡ് ഓൾഡ് പീപ്പിൾ. ഈ മൂന്ന് കാറ്റഗറി ഉണ്ട്. ഗേൾസ് ആൻഡ് ലേഡീസ്, ഈ പറഞ്ഞ സ്മോൾ ചിൽഡ്രൻ ആൻഡ് ഏജ്ഡ് പീപ്പിൾ. ഓക്കെ, താങ്ക്സ്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് സാർ, ഒന്ന് വായിച്ചോട്ടെ. അടുത്ത ചോദ്യം പറഞ്ഞേക്കുന്നത്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദി യൂസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്ക് ലൈക്ക് N95 ക്ലോത്ത് മാസ്ക് എക്സെട്ര? Which one is more effective, as there are mixed opinion on it, and you recently they have heard about herbal masks too, and your opinion about masks, which one is better, herbal masks, N95 cloth masks, what is better? That is the question. I can share only my experience. I said that ഈ മാസ്ക് മെയിൻ പർപ്പസ് ഇപ്പൊ ഇതിനകത്ത് ഗവൺമെന്റും എല്ലാവരും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാം പറയുന്നത്, എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മൾ ഒരു ട്രിവാൻഡ്രത്തൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ
കുറെ പയ്യന്മാരൊക്കെ ഈ പ്രത്യേകിച്ച് RCC റീജിയണൽ ക്യാൻസർ സെന്ററിൽ കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് അപ്പൊ ബോഡി ഭയങ്കരമായിട്ട് വീക്കാവും അല്ലെ, ബോഡിയുടെ ഇമ്മ്യൂണിറ്റി എക്സാം പറഞ്ഞാൽ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറയുന്ന ഒരു സ്റ്റേജാണ് ക്യാൻസറിൽ ചെയ്യുന്ന കീമോതെറാപ്പി. അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന പേഷ്യൻസുകൾ ട്രെയിനിലൊക്കെ മാസ്ക് ധരിച്ചിരിക്കും. അവരാണ് മെയിൻ ആയിട്ട് നമ്മൾ ട്രെയിനിൽ മാസ്ക് ധരിച്ച് കാണുന്നവര്. ഒരുപാട് പേര് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് മാസ്ക്. അത് കണക്ക് തന്നെ നമ്മൾ ഈ പറഞ്ഞ വേറെ എന്തെങ്കിലും ഹാർട്ടിന്റെ എന്തെങ്കിലും പ്രശ്നമുള്ളവരും, വളരെ വീക്കായിട്ട് ഹാർട്ട് ഡിസീസ് ഉള്ളവരും പെട്ടെന്ന് പെട്ടെന്ന് പനി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അവർക്ക് നാച്ചുറൽ ആയിട്ട് ഈ റൊമാൻറ്റിക് ഫീവർ, ആദ്യമേ റൊമാൻറ്റിക് ഫീവർ വരും, പിന്നെ റൊമാൻറ്റിക് ഹാർട്ട് ഡിസീസ് വരും. റൊമാൻറ്റിക് ഹാർട്ട് ഡിസീസ് വന്ന് ഞാൻ ചെയ്യാറ്. റൊമാൻറ്റിക് ഫീവർ വരുമ്പോഴേ ഇവര് മാസ്ക് ധരിക്കുന്നത്. വേറൊന്നുമല്ല, അതിന്റെ ഉദ്ദേശം എന്താണ്? ഈ പറഞ്ഞ വെളിയിൽ അവരുടെ ഇമ്മ്യൂണിറ്റി, അതിന്റെ മാസ്ക് ധരിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ യുവർ ഇമ്മ്യൂണിറ്റി ഈസ് ലീസ്റ്റ്. ആ സമയത്ത് വെളിയിലൊക്കെ പാത്തോജൻസ്, ഈ പറഞ്ഞ വൈറസ് പെട്ടെന്ന് ബോഡിക്കകത്ത് വന്നു കഴിഞ്ഞാൽ വളരെ ക്രിട്ടിക്കൽ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബോഡി വീക്കാണ്. അപ്പൊ നിങ്ങൾ ആന്റിബോഡീസ് വളരെ ലോ നമ്പറും വളരെ ലെസ് നമ്പറുമാണ്. അതിനൊക്കെ അതിന്റെ എഫിഷ്യൻസിയും കുറവാണ്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഈ പാത്തോജൻസ് വന്നാൽ ഭയങ്കരമായിട്ട് ഈ സാധാരണ COVID-19 ബാധിക്കുന്നതിനാണ് വീക്കായിട്ടുള്ളവരെ ബാധിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ കൊറോണ വൈറസ് വന്ന ലങ്സിന്റെ വരും. വന്നിരുന്നിട്ട് ഗ്രാജുവലായിട്ട് നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി വളരെ മോശമോ അല്ലെങ്കിൽ ആന്റിബോഡീസ് ഇല്ലെങ്കിൽ ഇവൻ നമ്മുടെ ബാക്കിയുള്ള സെൽസിനെ അങ്ങ് നശിപ്പിച്ചിട്ട് ഒരു സേന ആക്രമിക്കുന്നതൊക്കെ ആക്രമിച്ചു കയറും. പിന്നെ ഭയങ്കര ആക്രമണം, പിന്നെ ഡബിളായിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൺട്രോളല്ല. ഈ സിറ്റുവേഷനിൽ ഇതാണ് സ്ഥിരം. അപ്പൊ അതുകൊണ്ട് ഈ മാസ്കിനെ പറ്റിയാണ് ഇപ്പൊ ചോദിച്ചത്. മാസ്ക് ധരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ചില മാസ്ക് ധരിക്കും. ഈ എന്തായാലും ഈ വൈറസിനെ പറ്റി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വൈറസ് നീഡ് എ ഹോസ്റ്റ്. ബാക്ടീരിയ അങ്ങനെയല്ല. വൈറസ് ബാക്ടീരിയ ബാക്കിയുള്ള ഫംഗസ് ബാക്ടീരിയ ഒക്കെ വ്യത്യാസമുണ്ട്. വൈറസിന് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ അത് ചത്തുപോകും, അല്ലെങ്കിൽ അത് വീക്കാവും. പക്ഷെ വീക്കാവും മുമ്പേ എക്സാമ്പിൾ തൊട്ടടുത്തൊരു സോഷ്യൽ ഡിസ്റ്റൻസിങ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ ഒരു വൈറസ് ഉള്ള ഒരു കക്ഷി ചുമക്കുകയാണ്, ഈ പറഞ്ഞ പെട്ടെന്ന് നമ്മൾ ഒരു മാസ്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ ബോഡിക്കകത്ത് കയറുന്ന പ്രിവെന്റ് ചെയ്യാം. ഇതിപ്പോ തന്നെ N95 നമ്മൾ ഒരുപാട് ടൈപ്പ് മാസ്ക് ഉണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള മാസ്ക് ആണ് നല്ലത്. ഈ മാസ്ക് വേറെ കാര്യം എനിക്ക് മനസ്സിലായ ഒരു തമാശ പറയുന്നത്, മാസ്ക് ധരിക്കുന്നത് ഈ പറഞ്ഞ വൈറസിന് നേരിട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ്. പകരം നമ്മൾ മാസ്കിനകത്ത് കൈയൊക്കെ ഇവിടെ തൊട്ടിട്ട് നമ്മുടെ ബോഡിക്കകത്ത് കോണ്ടാക്ട് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യും. ചെല്ല് മാസ്ക് ധരിച്ച് മാറ്റിട്ടേക്കും, ഇവിടെ ഇട്ടേക്കും. ഈ അതൊക്കെ സ്ഥിരം കമന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കുന്നതാ. അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും എന്തായാലും ഒരു യാത്ര ചെയ്യുമ്പോഴും ചുമ്മാ കാറ് പോകുമ്പോഴൊക്കെ ഗവൺമെന്റ് വേണമെങ്കിൽ ധരിച്ചിക്കണോ? എനിക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശം മനസ്സിലാവുന്നില്ല. ഈ ഒരു ഹോസ്റ്റ് ഉണ്ടെങ്കിലേ അത് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്താലേ ഈ വൈറസ് ബോഡിക്കകത്ത്. ഇപ്പൊ ഒരാൾ ചുമച്ച് തൊട്ടടുത്ത് നിൽക്കുക, ഈ മസ്റ്റ് മാസ്ക് തമ്മിൽ സംസാരിക്കുകയാണ്, ഒരാൾക്ക് വൈറസ് ഉണ്ട്, പെട്ടെന്ന് നിങ്ങൾ ബോഡി വീക്കാണ്, വൈറസ് ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഇമ്പോർട്ടൻസ് കൊടുത്താൽ, അല്ലെങ്കിൽ വീട്ടിൽ ചുമ്മാ നിൽക്കുമ്പോഴെല്ലാം ഇഫ് യുവർ ബോഡി ഈസ് വീക്ക് യു മസ്റ്റ് വിയർ എ മാസ്ക്. മാസ്ക് ആകുമ്പോൾ കുറച്ച് തിക്നെസ് ആണ് നല്ലത്. എന്നിട്ട് അതിപ്പോ സർജിക്കൽ മാസ്ക് പറയുന്നത് ഇത് ട്രാൻസ്ഫർ ആകാൻ പാടില്ല. അപ്പൊ മാസ്ക് ഇപ്പൊ ബിഗ് ബിസിനസ്സാണ്. ഞാൻ ഫ്രാങ്ക് ആയിട്ട് പറയാം, ഈവൻ ഐ പർച്ചേസ് മാസ്ക് ഇൻ ദ ബിഗിനിങ്. കോസ്റ്റ് 400 രൂപയ്ക്കുള്ള ഒരു മാസ്ക് രാജസ്ഥാനിൽ ഞാൻ ഓൺലൈനിൽ വരുത്തിയതാണ്. 400 രൂപയുടെ മാസ്ക്. ഇവിടെ തന്നെ ഇപ്പൊ 120 മാസ്ക് ഉണ്ട്. മാസ്ക് ഒരു ബിസിനസ് ആയി. മാസ്ക് മീൻസ് ട്രൈ ടു കീപ് എ ബെറ്റർ ഡിസ്റ്റൻസ്. ഈ പറഞ്ഞ ഇമ്മ്യൂണൈസേഷൻ ഉണ്ടെങ്കിൽ ഒരു മാസ്ക് വേണ്ട ശരിക്കും പറഞ്ഞാൽ. മാസ്ക് പിന്നെ പെട്ടെന്നുള്ള ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് മീൻസ് ഒരു ക്രൗഡഡ് സിറ്റുവേഷനിൽ ബെറ്റർ ടു ബിയർ മാസ്ക്. ആൻഡ് ആഫ്റ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഇപ്പൊ എക്സാമ്പിൾ ഒരു മെയിൻ ഫാൾട്ട് പറയേണ്ടത്, നല്ലൊരു ക്രൗഡഡ് ആയിട്ട് സ്ഥലത്ത് നിന്നിട്ട് ചില മാസ്ക് ധരിക്കും. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ഈ ക്രൗഡിനകത്തുള്ള 5-6 പേർക്ക് ഇപ്പൊ ചില ഈ കല്യാണങ്ങളിലും ചില ഈ മരണവീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും മാസമായിട്ട് ബാധിക്കാനുള്ള ഒരു കാര്യം പറയാം. എന്റെ ഒരു അഭിപ്രായമാണ്. ഇപ്പൊ ഈ പറഞ്ഞ ക്രൗഡ് പക്ഷെ എല്ലാവരും മാസ്ക് ധരിച്ചു. അതിനകത്ത് 5-6 പേര് ഈ കൊറോണ ഉള്ളവരുണ്ടായിരുന്നു. ഇവരെന്താ ഈ മാസ്ക് പെട്ടിക ടൈം ജീവിച്ചിരിക്കില്ല. ഈ വൈറസ് ഒക്കെ നിറച്ച് പരിപിടിക്കുക. ഇവര് കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ക്രൗഡ് കഴിഞ്ഞോണ്ട് ഇതെടുത്ത് മാറ്റിയിട്ട് ഈ കൈ കൊണ്ട് തന്നെ മോന്തത്തോളൂ. പിന്നെ വല്ല കാര്യമുണ്ട. അപ്പൊ എന്റെ സ്ട്രോങ് അഡ്വൈസ്, വാഷിംഗ് ഹാൻഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനേക്കാൾ വാഷിംഗ് യുവർ ഫേസ്. ആൻഡ് ഇഫ് യു ആർ കമ്മിങ് ഫ്രം എ ക്രൗഡഡ് പ്ലേസ് ഓർ ക്രൗഡഡ് സിറ്റുവേഷൻ, ഏറ്റവും ബെസ്റ്റ് ഒരു കൊറോണ വൈറസും നമ്മുടെ ബോഡിക്കകത്ത് നിന്ന് ബോഡി വളരെ വീക്ക് ആയിരിക്കും, പെട്ടെന്ന് അങ്ങ് നേരെ ലങ്സ് ഇൻട്രാക്ട് കയറില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ബെസ്റ്റ് ഈസ് ഒരു സ്റ്റീം ഇൻഹലേഷൻ. നല്ല സോപ്പിട്ട് വാഷ് ചെയ്യുക, സോപ്പിട്ട് നല്ലോണം ബാത്ത് ചെയ്യുക,
നല്ലവണ്ണം ഒരു സ്റ്റീം, ഒരു വെളിയിൽ എപ്പോ പോയിട്ട് വന്നാലും നല്ല ഒരു സ്റ്റീമിൽ ഒരു ആവി കൊള്ളുക, നല്ല ഒരു തുളസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു മെഡിസിൻ എന്തെങ്കിലും ഇട്ടിട്ടുള്ള നല്ല സ്റ്റീം ഇൻഹലേഷൻ ഈസ് ബെസ്റ്റ്. ഞാൻ അണ്ടർലൈൻ പറയാണ്, സ്റ്റീം ഇൻഹലേഷൻ ഫോർ ഒരു 5 minutes കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റീം ഇൻഹേൽ ചെയ്യുക. ഈ വൈറസ് എവിടെയെങ്കിലും നിങ്ങൾ ലങ്സ്, ഞാൻ നേരത്തെ ഇത് ഒരു സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം ആണ്, റെസ്പിറേറ്ററി സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ലങ്സ് ഇൻഹേൽ ചെയ്യുമ്പോഴത്തേക്കും ആവി കൊള്ളും, ഇതിനെ കംപ്ലീറ്റ് നശിപ്പിക്കും. യു ആർ മോർ 100% സേഫ്. ഓക്കെ. Okay, thank you, sir. One more question. That is, what is your prediction? One question from our Pramod sir, senior most faculty of the college. What is your prediction about the COVID-free world? Kindly share your anticipations about human health and immunity in the post-COVID era. That's why I talked about this only. That is post-crisis is only one day. I again repeating the same thing as I told, and I think that if you are all listening, yesterday I have a talk with our most experienced Mr. Amjit. Yes, he have more than 1 month. You must hear him. I think that better, please, if can you listen for 5 minutes? He will have some experience with the COVID patients. Can you please all? The COVID, Amjit, please share your experience. Just we talked yesterday for 5 minutes, please. കേൾക്കാം സാറേ, കേൾക്കാം. ശിക്ഷ സാറേ, വളരെ നല്ലൊരു ടോക്കായിരുന്നു, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശിക്ഷ സാറ് പറഞ്ഞതിൽ വളരെ വ്യക്തമായൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം ഇവിടെ സാധാരണ രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 10 ദിവസം കഴിയുമ്പോഴാണ് അവർ അടുത്ത ആന്റിജൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വെദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് കാര്യം ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഡോക്ടർ പോൾ എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാനുമായിട്ട് വളരെ നല്ല ഫ്രണ്ട്സായി. അപ്പൊ പുള്ളി രാവിലെ, ഞാനിവിടെ വരുന്ന സമയത്ത് പുള്ളി രാവിലെ നടക്കാൻ ഇറങ്ങും. അപ്പൊ ഞങ്ങളിങ്ങനെ കൂട്ടത്തിൽ പുള്ളിയുടെ കൂടെ നടക്കുന്ന കൂട്ടത്തിൽ പുള്ളിയുടെ സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പേഷ്യൻസ് എന്തൊക്കെയാണ് രാവിലെ എണീക്കുന്നു, അവർക്കൊരു എന്തെങ്കിലും സോർട്ട് ഓഫ് ആക്ടിവിറ്റി എന്ന സോഴ്സിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ സാറേ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ ഒരു 6:30 മണിക്ക് കുറച്ചൊരു വരെനകത്ത് തന്നെ ബിൽഡിങ്ങിനകത്ത് തന്നെ സ്റ്റെപ്പിംഗ്, താഴത്തെ നിലയിൽ 1ാമത്തെ നിലയിൽ 3ാമത്തെ നിലയിൽ കയറുക ഇറങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു പേഷ്യന്റ് പേര് നമ്മൾ പറയാൻ പാടില്ല, വാമനപുരത്ത് നിന്നൊരു പേഷ്യന്റ്, നല്ലൊരു ഒബീസിക്കുള്ള ഒരു പയ്യനാണ്, 26 വയസ്സുള്ള പയ്യനാണ്. അപ്പൊ പുള്ളി ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ മാറിയാണ് നിൽക്കുന്നത്. പുള്ളി ഫസ്റ്റ് ടെസ്റ്റിൽ പോസിറ്റീവായി, സെക്കൻഡ് ടെസ്റ്റിന് പോസിറ്റീവായി. ഇപ്പൊ 4 പ്രാവശ്യമായിട്ട് പുള്ളിയെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പോസിറ്റീവാണ്. അത് 10ാമത്തെ ദിവസം കഴിഞ്ഞ് 11ാമത്തെ ദിവസം പോസിറ്റീവ്, 13ാമത്തെ ദിവസം പോസിറ്റീവ്, 15ാമത്തെ ദിവസം പോസിറ്റീവ്, 17ാമത്തെ ദിവസം പോസിറ്റീവ്. അപ്പൊ ദാറ്റ് മീൻസ് ബാക്കിയുള്ള ഒരുമാതിരിയൊക്കെ ചെയ്തു വരുന്ന ആൾക്കാരെല്ലാം നെഗറ്റീവ് അടിച്ച് പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നലെ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾ ഇനിയെങ്കിലും തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സാറേ. ഒരു ആക്ടിവിറ്റി ചെയ്ത് നമ്മുടെ റിക്കവറി പീരീഡ് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. He is fit and he don't have any other problems. He is only testing positive, but he don't have any other problems. വേറെ ഒരു പ്രശ്നമില്ല. പക്ഷേ അയാളുടെ ഏജിന്റെ ഇത് കൊണ്ടായിരിക്കും അയാൾ വേറെ സിവിയർ ആയിട്ട് ഒരു കാര്യങ്ങളൊന്നും കാണിക്കുന്നത്. പക്ഷേ ഫ്രീക്വന്റ് ആയിട്ട് 4 തവണ ടെസ്റ്റ് ചെയ്തിട്ട് അയാൾ പോസിറ്റീവ് ആയിട്ട് ഡോക്ടേഴ്സോട് അന്തപ്പെട്ട് നിൽക്കുകയാണ്. ഇയാൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നെഗറ്റീവ് ആകാതെ നമുക്ക് പുറത്ത് വിടാനും ഒക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, പോസിറ്റീവ് അവർ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ത്രോട്ടിന്റെ ലങ്സിന്റെ അവിടെ നിന്നാണ് ഇപ്പൊ ചെറുതായിട്ട് എടുക്കുക. അപ്പൊ ഈ വൈറസ് അവിടെ ഇരിക്കുക ആസ് എ ഹോസ്റ്റ്. ബട്ട് നമ്മൾ ആന്റിബോഡീസ് ഉള്ളതുകൊണ്ട് ഇറ്റ് കാനോട്ട് ആക്ട്. ആന്റിബോഡീസ് സ്ട്രോങ് ആവാത്ത ഇത് അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്ത് അകത്തോട്ട് വന്നാലേ നമ്മുടെ ആന്റിബോഡീസ് വർക്ക് ചെയ്യും. ഇപ്പൊ ഇത് ജസ്റ്റ് പറ്റിപ്പിടിച്ചിരിക്കുക ആസ് എ ഹോസ്റ്റ്. അതാണ് മെയിൻ. ഒബീസുമാണ്, നല്ല തടിയുണ്ട്, ഒരു 90-95 കിലോയ്ക്ക് മേളിൽ വെയിറ്റ് ഉണ്ട്. പുള്ളി ബേസിക്കലി അയാൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണ്, ചന്തയില് പച്ചക്കറി കച്ചവടം ചെയ്യുന്ന ആളാണ്, ഇരുന്ന് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങൾ മൂവ് ചെയ്യാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ ഒക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സാർ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നമ്മൾ റിക്കവറി പീരീഡ് വളരെ ഫാസ്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ ആക്ടിവിറ്റി ചെയ്ത് നമ്മുടെ ആന്റിബയോട്ടിക്സ് ഡെവലപ്പ് ചെയ്താലേ രക്ഷയുള്ളൂ. അത് സാർ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. താങ്ക് യു സാർ. വേറെ കാര്യം പറയാനുള്ളത്, ഞാൻ ആദ്യത്തെ ഈ കൊറോണ വന്ന സമയത്ത് ഒരു ടോക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞ നേരത്തെ ഈ ഹോങ്കോങ്ങിലൊക്കെ ഒരു ഫ്ലൂ ഉണ്ടായിട്ട് അത് ഹോങ്കോങ്ങിൽ ഫ്ലൂ ഉണ്ടായിട്ട് 25 ഹോങ്കോങ് ഫ്ലൂ ഉണ്ട് നേരത്തെ. അതിനകത്ത് 1 മിനിറ്റ് അമിത് 1 മിനിറ്റ്. അപ്പൊ 25,000 പേര് 25,000 പേരാണ് മരിച്ചത്. അതിനകത്ത് അവര് സർവേയിനകത്ത് അവർ പറഞ്ഞത് ഈ ബേസിക് ഫിറ്റ്നസ് കീപ്പ് ചെയ്ത് പോയവര് അവർക്ക് ഈ ഇൻക്യുബേഷൻ പീരീഡ്, ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് നമ്മൾ പറയാൻ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വൈറസ് ഇപ്പൊ നിങ്ങളെല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിപ്പോ എന്ത് സംഭവിക്കും ഭാവിയിൽ? വൈറസ് നമ്മുടെ ബോഡിക്കകത്ത് കയറാൻ ചാൻസ് ഉണ്ട്, എല്ലാവരുടെ ബോഡിക്കകത്ത്, പേടിക്കേണ്ട കാര്യമില്ല. സാധാരണ ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, വൈറസ് ഉണ്ട്, ബാക്ടീരിയ എല്ലാം ലോകത്തുണ്ട്. അതിന് ഒളിച്ചോടാൻ പറ്റില്ല.
അപ്പൊ ഈ വൈറസ് നമ്മുടെ ബോഡിക്ക്, ഞാൻ പണ്ട് നിങ്ങളുടെ അവിടെ വന്ന അംജിത്തിന്റെ അവിടെ വന്ന ട്രെയിനിങ് കോളേജ് വന്നപ്പോൾ ഒരു ക്ലാസ്സിൽ ഞാൻ ക്യാൻസറിനുള്ള റീസൺ പറയുന്നുണ്ട്. ഒരു റൂം നമ്മൾ അടച്ചിടയാണ്, ഒരു പുതിയതായിട്ട് പാല് കാച്ചി കയറിയ ഒരു പുതിയ വീട്. എല്ലാം നല്ല ഏറ്റവും ബെസ്റ്റ് ബെഡ്റൂം ഇവിടെയാണ്. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അവിടെ കയറി കഴിഞ്ഞാൽ അവിടെ മൈക്രോ ഓർഗൻ നേരെ കയറി കിടക്കാൻ പറ്റിയൊന്നുമില്ല. നിറച്ച് ഒരു വല്ലാത്ത സ്മെല്ലായിരിക്കും. ലോട്ട് ഓഫ് മൈക്രോ ഓർഗൻസ് അതിനകത്ത് കണ്ടിരിക്കും. ക്ലീനിങ്, നമ്മുടെ ക്ലീനിങ് അതായത് നമ്മുടെ ബോഡിയുടെ ക്ലീനിങ് പ്രോസസ് ആണ് നമ്മുടെ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി. അതിൽ കൂടെ മാത്രമേ നമുക്ക്, അത് കണക്കെ നമ്മുടെ മൈക്രോ ഓർഗൻസും ലോകത്ത് നമ്മുടെ സറൗണ്ടിങ്സ് എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ബോഡിക്കകത്ത് വന്നുകൊണ്ടിരിക്കും. എപ്പോ നമ്മുടെ ബോഡി വീക്കാവോ ആ സമയത്ത് ഇത് അഫക്ട് ചെയ്തിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ പറഞ്ഞ സബ്ജക്ട് ഇപ്പൊ ഷെയർ ചെയ്ത നോളജ് കണക്ക് ഈ പറഞ്ഞ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ഈ പറഞ്ഞ ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ആന്റിബോഡി ഈ പറയുന്ന ഹോമോഫിൽ ഈ ആ സമയത്ത് ഇൻക്യുബേഷൻ പീരിയഡ്, ദാറ്റ് മീൻസ് ഈ വൈറസ് നമ്മുടെ ബോഡിക്കകത്ത് വന്ന ആ ദിവസം മുതൽ 14 ദിവസമല്ലേ വാങ്ങിച്ചത്, 14 ദിവസമാണ് പറയുന്നത് ഇൻക്യുബേഷൻ പീരീഡ്. ഇതിനുശേഷമാണ് നമ്മൾ ഇൻഫെക്റ്റഡ് ആവാൻ പോണത്. ഈ ഇൻക്യുബേഷൻ പീരീഡിനകത്ത് ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആന്റിബോഡീസിനെ കൂടുതൽ സ്ട്രോങ് ആക്കുകയും തീർച്ചയായിട്ടും ഈ പറഞ്ഞ കൊറോണ വൈറസിനെ ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ആന്റിബോഡീസിന് കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബോഡിക്കകത്ത് വൈറസ് ഇല്ല എന്ന് വിചാരിച്ച് ആരും ഇരിക്കരുത്. ജസ്റ്റ് ഡു റെഗുലർ ആക്ടിവിറ്റീസ് പ്രോപ്പർ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അത് ഈ പഴയ റിസർച്ചിന്റെ ഡോണ്ട് ഗോ ഫോർ ടു മച്ച് എക്സോസ്റ്റ് എക്സസൈസ് ഈ പീരീഡിന്. ചെയ്തുകൊണ്ടിരിക്കുന്നവർ ചെയ്യാം. അതിന്റെ റീസൺ ആയിട്ട് പറയാനുള്ളത്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു തിയറി കൂടെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ടു മച്ച് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ തിയറി എന്നുള്ള തിയറിക്കകത്ത് ഈ പറഞ്ഞ നമ്മുടെ ലങ്സിനകത്തുള്ള ഈ പറഞ്ഞ ആന്റിബോഡീസിന് ഇപ്പൊ എക്സോസ്റ്റ് ചെയ്ത് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലഡ് കൂടുതൽ ആന്റിബോഡീസിന്റെ വാഷ് ഔട്ട് കൊണ്ട് പോയിട്ട് ഈ പറഞ്ഞ വൈറസ് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ആന്റിബോഡീസ് കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടു മസ്റ്റ് എക്സോസ്റ്റ് ചെയ്ത് ഈ മാരത്തോൺ റണ്ണേഴ്സ്, ലോങ് ഡിസ്റ്റൻസ് റണ്ണേഴ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഈ സമയത്ത് ചെയ്യരുതെന്നുള്ള ഒരു അഡ്വൈസ് നേരത്തെ റിസർച്ച് എവിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ഈ പറഞ്ഞ വൈറസ് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇൻക്യുബേഷൻ പീരീഡിനകത്ത് ടു മച്ച് എക്സസൈസ് ചെയ്യുക, ലോങ് ഡ്യൂറേഷൻ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് കൂടുതൽ വന്നിട്ട് നമ്മുടെ ആന്റിബോഡീസിനെ മാറ്റിക്കൊണ്ടുപോകും. ആന്റിബോഡീസിനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ വൈറസിനെ ബാധിക്കാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് ട്രൈ ടു ഡു ദ പ്രോപ്പർ ആൻഡ് നോർമൽ എക്സസൈസസ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. ഓക്കെ, പ്ലീസ് അംജിത്ത്. അത്രേ ഉള്ളൂ, എനിക്ക് ഇത്രേ പറയാനുള്ളത്, വേറെ കാര്യമൊന്നുമില്ല. വേറെ ഞാനിപ്പോ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. Okay, then sir, one more question. That is some other different version of question. That is your opinion about the student-teacher relationship and online classes. One question, and one more thing is that is they have to face, they have to attend some teaching practices. So they are waiting for the teaching practices. It is already late now, so we all expecting that. At least in the month of March, it would be there. So in such situations, what precautions measures they have to take for attending the classes and meeting with the students and all? That's also. Okay, thank you. I think again I want to consider teachers' main duty is to attend, give more individual attention. Especially how to live along with the COVID-19. What are the types of proper nutrition you have to do? What are the importance of doing exercise, regular activity? How to reduce the stress? How to reduce the emotional stress? And that way, how we can get out of this COVID-19. And also beyond this, one of the other thing is, this is not only connected with the individual or student. It will be highly, if you act properly, if that you as a teacher, if you act properly, if you give proper advice to the students, this message will go to his house, his family, then this is highly useful. If doctors are advising, they will not listen. If the other society, other people's again giving some advices, nobody will listen. As a teacher, if you are giving a suggestion, if you are giving a guidance,
they feel that if you are the teacher is asking the students to do this in your house, definitely that my experience that almost do 1 or 2 students, almost more than 90% of the students will do. If you are that type of again, most of the teachers love the teachers very much than their parents. I know, whatever things they have more affection. They have whatever they are saying, they'll accept. So my advice, my suggestions to the teachers is during teaching practice, ask the students to do the proper whatever things I told. Convince them to do. Otherwise, do the things. Give them proper advices. Ask them to implement this program in his house. His parents are there, his sister, brothers are there, his grandmothers are there, his elderly peoples are there. Yeah. So I say as a teacher, my thinking that you can do a wonderful duty in think that what happening. I told you about the IMA and others are now colliding for the criticize each other. But now this is the best time for the teachers to act and help the society to get rid of this COVID-19 pandemic situation. Thanks. Then online classes and student-teacher relationships. What's your opinion on that? No. Actually, these online classes are very, very effective. I think if you have, but you must see that each follow. I say online class. I think that online class is. You told me that way. Okay, online class is. I think that I don't think that it will not much work fast better than that. Actually, they have real contact. As a teacher-student relation means definitely they have the physical contact. That they have met together. I think that teacher student online class effective sincereness or more useful chance. A lot of I also attended some of the online classes conducted by UGC and other different colleges. I think that teacher students in the relations and the useful means classroom teaching is more effective. But I think that forget about but situation is there. It is a part. Online class is a part. But my advice is you must make programs which is useful through online. One thing. Second thing is by situation anyhow the society and government is not agreeing to go for a more number together. So I think it korche students which for example online class exams NEET or exam number of students teacher class you must start earlier. Delay numbers you can go for online classes, but online classes is not much better as a student is concerned. For university level and other level, okay, we can go for online classes. But UGC COVID-19 10% classes online direction. But as a school, in school, one thing teacher told is very good. That online class other class means school students knowledge one part. But knowledge, for example, some of the students have more knowledge than teachers. But knowledge means we can acquire from lot of places. Knowledge accumulated means a different thing. But a teacher, student in school in the life, only I will say that only 10% knowledge acquiring from a school is 10%. 90% is the development of a student and developing another citizen major role. Teacher, student, classroom teaching matter knowledge. For example, media online lot of they'll get knowledge 90% more than teachers. So tomorrow's excellent citizen in all aspects can be created only through proper classroom teaching and the student teacher relations. Okay. Yeah, thank you, sir. Thank you very much for your great observation. Actually, I think I also feel that the majority of teachers, I think all the teachers, they all have the same opinion.
They will all agree with you. No doubts here, but Yeah, no doubts. that's good, No sir. doubts. And the last question, sir, please, one more. ഫിസിക്കൽ ഫിറ്റ്നസ് കൂട്ടി ഇമ്മ്യൂണിറ്റി കൂട്ടാം എന്ന് പറയുമ്പോഴും സാധാരണ ആളുകൾക്ക് കൃത്യമായ ഒരു ഡയറക്ഷൻ കിട്ടാനുള്ള സാഹചര്യം നിലവിലുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ഇമ്മ്യൂണിറ്റി. So I already we already formed we are going for an official inauguration, but I think that society in a lot of, I can frankly say that some doctors, they're studying, they're learning physiology, right? Physiology, that means human body functions. They're not studying only, but in Britain, in England, which is British Medical Council is very high in different. They are studying, they are understood about exercise physiology. Exercise physiology means the influence of the exercise on different systems. Okay, but other than that, here in India, the doctors are not studying exercise physiology, only physiology. Only few doctors, that means those who are going for sports medicine, after medicine, they have some knowledge about exercise physiology. So exercise physiology is very, very important in this situation, as the World Health Organization very know. But a lot of books, international books, regarding the exercise physiology written by the PhD holders of medicine from London, in England, which is that you can search. But here, this is different. So actually this is in exercise physiology is an advanced medicine, applicable medicine, exercise application level. So that is very much. So the society should be convinced by here. Mainly the physical education professionals are studying exercise physiology as their subjects in India, but not doctors. So that is why I am convincing all the physical education professionals of India must come forward and convince the society about the importance of exercise physiology to the society. That is the only one way, correct way to stop this crisis and help the society to get rid of this situation, which will long for 20 years as per World Health Organization. Thanks. Okay, thank you very much, sir, for giving us with answers, valid answers and very explanatory.